മഹാന്മാരെ മുന്നിലേക്ക് നീ വന്നാ പോരാ. അവരല്ലാഹുവിനെ ഭയപ്പെട്ടവരാണ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ വിജയിച്ചവരാണ്. അവരുടെ മാർഗത്തിലേക്ക് നിനക്കും കടക്കണമെന്ന ആഗ്രഹം വേണം. അവരുടെ മാർഗത്തിലേക്ക് കടന്ന് ചിന്തിക്കാനുള്ള ആവേശം വേണം. അതിനു വേണ്ടിയുള്ള ചിന്തയും പ്രവർത്തനവും വേണം. എല്ലാ മതങ്ങളിലും ഉറൂസ് പൊടിപിടിക്കുന്നുണ്ട്, രൂപകൾ ഒരു 100,000 കെട്ടുന്നുണ്ട്, പത്തലുകൾ എല്ലാ സ്ഥലത്തും ചോറായിരുന്നുണ്ട്, പത്തലുകൾ ഒരുപാട് വിതരണം ചെയ്യുന്നുണ്ട്, തീരണി ധാരാളം വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട്. സുബഹി കളാകാതെ നിസ്കരിക്കുന്ന മുസ്ലിമെവിടെ? സുബഹിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന മുസ്ലിമെവിടെ? തഹജ്ജുദിന്റെ കാര്യം ചിന്തിക്കുന്നവരെവിടെ? ദുആ നിസ്കരിക്കുന്നവരെവിടെ? അൽക്കഹ്ഫ് വെള്ളിയാഴ്ച ഓതണമെന്ന് നിർബന്ധമുള്ള കമ്മിറ്റിക്കാരെവിടെ? സ്വലാത്ത് ചൊല്ലുന്ന വളണ്ടിയർമാരെവിടെ? പള്ളി കയറി ആ തലമറക്കാൻ 10 രൂപന്റെ തപ്പലുള്ള മുസ്ലിം ചെറുപ്പക്കാരെവിടെ? അതേ അള്ളാന്റെ മുമ്പിൽ പോയി നിന്ന് അത്തഹിയ്യാത്തുന്ന സമയത്ത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് മദീനത്തിൽ കിടക്കുന്ന റസൂലുള്ളാഹിനെ വിളിക്കുമ്പോ റസൂലുള്ള തിരിഞ്ഞൊന്ന് നോക്കിയാൽ എന്റെ മുഖത്ത് റസൂലുള്ള കൽപ്പിച്ച താടിയുണ്ടോ? എന്റെ തലയിൽ റസൂലുള്ള കൽപ്പിച്ച തലപ്പാവുണ്ടോ? എന്റെ തുണി നെരിയാളിന്റെ ചോടയോ മേലയോ റസൂലുള്ള കൽപ്പിച്ചതുപോലെ ധരിച്ചിട്ടുണ്ടോ? ഈ ചിന്തകളുള്ള മനുഷ്യന്മാരെവിടെ? എല്ലാ പ്രവർത്തനങ്ങളും ഭൗതികമായി പോയി. പള്ളികൾ ആരെടുത്താലും മിനാരമേതാണ് ചോറ് എന്ന ചിന്ത, പള്ളികൾ ആരെടുത്താലും ഗ്രാനൈറ്റുള്ള പള്ളി ഏതാണെന്ന ചിന്ത, ആര് നടത്തിയാലും ചൂടുകൾ കൂടുതൽ കരുതിയത് എവിടെയാണെന്ന ചിന്ത, നടത്തിയാലും ഏറ്റവും കൂടുതൽ ഏത് പള്ളി കമ്മിറ്റിയുടേതാണ്, ഏത് മുസ്ലിയാരനാണെന്ന ചിന്ത. ഓ മനുഷ്യ, കുറെ ആള് വന്ന് നിന്റെ മുമ്പിൽ ഇരുന്നത് കൊണ്ട്, പാവപ്പെട്ട എന്റെ മുമ്പിൽ വന്നിരുന്നത് കൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അവനവന് സാലിഹായ അമലുണ്ടോ? അവനവന്റെ കൽബ് കിബറിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടോ? അസൂയയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടോ? അനാവശ്യ ചിന്തയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടോ? ഞാൻ അള്ളാന്റെ അടിമയാണെന്ന ചിന്തയുണ്ടോ? ദുനിയാവിൽ അള്ള തരുന്നതൊക്കെ എനിക്ക് പരീക്ഷണമാണ്, അള്ള തരാതിരിക്കുന്നതും പരീക്ഷണമാണ്. പരീക്ഷണത്തിൽ ഞാൻ വിജയിക്കുന്നുണ്ടോ? എന്റെ മനസ്സ് അള്ളാഹു നന്നായി അറിയുന്നവനാണ്. എന്റെ കൽബിൽ കിബിറ് കൂടുന്നുണ്ടോ? അല്ല കിബിറ് നിർമ്മാർജ്ജനം ചെയ്യുന്നുണ്ടോ? ഞാൻ വിനയത്തിന്റെ മനസ്സുള്ളവനാണോ? ഇതൊക്കെയും എന്നെ കുറിച്ച് റബ്ബറിയുമെന്ന ചിന്ത ഓരോ മനുഷ്യന്റെയും കൽബിന്റെ ഉള്ളിൽ നിറച്ചോ. എന്നിട്ട് അല്ലാഹുവിന്റെ വഴിയിലേക്ക് നീങ്ങിയോ. ചെയ്യുന്ന പ്രവർത്തനം അല്ലാഹുവിന്റെ പൊരുത്തത്തിന് ചെയ്തോ. പേരെടുക്കാൻ വേണ്ട, സ്ഥാനമാനത്തിന് വേണ്ട, ലോകമാന്യത്തിന് വേണ്ട, അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി നീ സംസാരിച്ചോ. അള്ളാന്റെ പൊരുത്തത്തിന് ഖുർആൻ ഓതിക്കോ. അള്ളാന്റെ പൊരുത്തത്തിന് ഇൽമു പഠിച്ചോ. അള്ളാന്റെ പൊരുത്തത്തിന് ഇൽമു പഠിപ്പിച്ചോ. അള്ളാന്റെ പൊരുത്തത്തിന് മുതല്ലിമിയക്ക് ഭക്ഷണം കൊടുത്തോ. അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി ആലിമീങ്ങളെ ബഹുമാനിച്ചോ. അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി തങ്ങന്മാരെ ആദരിച്ചോ. ഒരിക്കലും നീ നിന്റെ ദുനിയാവിന്റെ വഴി കണ്ട് നീ വഴിതെറ്റി പോകണ്ട. അവസാനം പോയി നിൽക്കാനുള്ളത് റബ്ബിന്റെ കോടതിയിലാണ്. ഈ ബോധം എല്ലാ മുസ്ലിങ്ങളുടെയും മുനാഫികളുടെയും കൽബിൽ വേണമെന്നിവിടെ ഇപ്പോൾ എന്നോടും നിങ്ങളോടും ഉണർത്തി. ഒരു നേരത്തെ നിസ്കാരം എന്റെ ജീവിതത്തിൽ ഞാൻ ഖലാക്കുകയില്ലെന്ന പ്രതിജ്ഞയോടെ അല്ലാഹു ഹറാമാക്കിയ കള്ളിന്റെ പിന്നാലെയോ കഞ്ചാവിന്റെ പിന്നാലെയോ ഹറാമിന്റെ പിന്നാലെയോ ഞാൻ പോവുകയില്ലെന്ന പ്രതിജ്ഞയോടെ റബ്ബിന്റെ പൊരുത്തം ലക്ഷ്യം വെച്ച് മരിക്കാൻ ഒരുങ്ങിക്കോ നിങ്ങളെ. ഒരൊറ്റ കാര്യം കൂടി പറയുന്നു, പരസ്പരം വൈരാഗ്യം വേണ്ട, വിദ്വേഷം വേണ്ട, അസൂയ വേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്ത് വെച്ചോ, റസൂലുള്ളാഹിനെ പ്രിയം വെച്ചോ, റസൂലുള്ള പ്രിയം വെച്ചതിനെല്ലാം പ്രിയം വെച്ചോ, റസൂലുള്ള വെറുത്തതിനെല്ലാം വെറുത്തോ. എന്നാൽ റസൂലുള്ളാഹിന്റെ പൊരുത്തം വാങ്ങാമല്ലോ.
അള്ളാഹുവിന്റെ പൊരുത്തമൊന്ന് കിട്ടിക്കഴിഞ്ഞാലോ അവിടുന്ന് പാവപ്പെട്ട നമ്മുടെ കൈപിടിക്കാൻ സന്നദ്ധരാണല്ലോ. റസൂലുള്ള പൊരുത്തപ്പെട്ടതൊക്കെ പൊരുത്തപ്പെടണമെന്ന് പറയുമ്പോ റസൂലുള്ള വെറുതൊക്കെ വെറുക്കണം. മൂമിനായ മനുഷ്യ, നീ ചിന്തിച്ചോ, നിന്റെ അയൽവാസിയായ മനുഷ്യൻ ഒരുപക്ഷേ അവന്റെ കല്യാണത്തിന് നിന്നെ ക്ഷണിച്ചില്ല, അല്ലെങ്കിൽ നിന്റെ പാർട്ടിക്ക് അവൻ വോട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ നീ പറയുമ്പോൾ അവൻ കേട്ടില്ല, അല്ലെ നിന്നെ നീ കടം ചോദിച്ചപ്പോ അവൻ തന്നില്ല. അതിന്റെ പേരിലൊന്നും നിന്റെ അയൽവാസിയെ വെറുക്കണ്ട, നിന്റെ കുടുംബക്കാരനുമായി അകന്നു പോകണ്ട. ഇതുപോലെ നീ ഒരാളെ അവൻ പിഴച്ചു പോകണമെന്നോ അല്ലെങ്കിൽ അവൻ നശിച്ചു പോകണമെന്നോ ഒരിക്കലും ചിന്തിച്ചു പോകണ്ട. മറിച്ച് എല്ലാ മുസ്ലിങ്ങളും രക്ഷപ്പെടണം, എല്ലാവരും സലാമത്താകണം. ഈ ഒരൊറ്റ ലക്ഷ്യം നിന്റെ കൽവിൽ വേണം. നീ കണ്ടില്ലേ ഇമാം നബവി റഹിമഹുള്ള പറഞ്ഞു, നീ ആരായാലും വിരോധമില്ല, കിതാബ് ഇവിടുന്ന് അനക്കാൻ പറ്റൂല. ഭരണാധികാരിയോട് കണ്ടുപോയി അവിടെ സ്ഥാപനം നടത്തുന്ന മാനേജറോട് പറഞ്ഞു, ഇയാൾക്ക് ശമ്പളം കൊടുക്കണ്ട. അപ്പോഴാ മാനേജർ പറയുന്നത്, ഓ ഭരണാധികാരി, നിങ്ങൾ വിവരം അറിയുമോ, അയാൾ ഇതുവരെ 5 പൈസ ശമ്പളം വാങ്ങിയിട്ടില്ല, ഇതുവരെ ചെറുപ്പ് കിടത്തിയത് വെറുതെയാണ്, ശമ്പളം പറ്റാറില്ല. ഭരണാധികാരിന്റെ ചോദ്യത്തിന് അയാളങ്ങനെ ഭക്ഷണം കഴിക്കല് അത് പാപ്പ കൊടുക്കുന്ന ഭക്ഷണേ കഴിക്കൂ. പക്ഷേ പകല് മുഴുവനും നോമ്പാണ്, രാത്രി ഏകദേശ സമയവും നിസ്കാരമാണ്, ബാക്കി ദർസുകളും കിതാബെഴുതലുമാണ്. നോമ്പ് തുറക്കുന്ന സമയത്ത് അല്പം കാരക്കയല്ലാതെ ജീവിതത്തിലൊന്നും കാര്യമുള്ള കഴിക്കാറില്ലല്ലോ. പിന്നെ അത്താഴത്തിന്റെ സുന്നത്തിനുള്ള ഭക്ഷണമല്ലേ ഉള്ളൂ, അത് തന്നെ പാപ്പ കൊടുക്കുന്നതേ തിന്നു, സ്ഥാപനത്തിൽ നിന്നൊന്നും എടുക്കാറില്ല. അപ്പോഴല്ലേ ഭരണാധികാരി പറയുന്നു, അത് തന്നെയല്ലേ ആ പണ്ഡിതൻ എന്റെ മുഖത്ത് നോക്കിയിട്ട് അദ്ദേഹം സംസാരിച്ചപ്പോൾ പിടിച്ച് പുറത്തിടണമെന്നെനിക്ക് തോന്നി. ഞാൻ സമീപത്തങ്ങ് ചെല്ലുമ്പോൾ ഇമാം നബവിയുടെ വലതുഭാഗത്തതാ ഒരു പടുകൂറ്റൻ സിംഹം നിൽക്കുന്നു. എവിടൊന്ന് വന്നു എന്നറിയില്ല. ഞാൻ പേടിച്ച് പുറത്തു ചാടിപ്പോയി. വിവരം ഞാൻ ആളുകളോട് പറയാതിരുന്നതാ. എന്റെ സഹോദരന്മാരെ, ദീനിന്റെ കാര്യമെങ്കിൽ വന്നപ്പോ വഖഫ് ചെയ്യപ്പെട്ട സ്വത്ത് മാറ്റിവെക്കാറുള്ള തീരുമാനം ഭരണാധികാരി എടുത്തപ്പോ അവന്റെ ഭരണത്തിന്റെ പവറോ അവന്റെ അധികാരത്തിന്റെ പവറോ ഇമാം നബവി ചിന്തിച്ചതേയില്ല. പോടാതിവിടം പാടില്ല എന്ന് മുഖത്ത് നോക്കി എന്ന് പറഞ്ഞു. പക്ഷെ അതേ ഇമാം നബവിയുടെ ചിന്ത നോക്കൂ നിങ്ങൾ. ബഹുമാനപ്പെട്ടവരുടെ തലേക്കെട്ട് തൊപ്പി ഒരു കള്ളൻ കട്ട് കൊണ്ടുപോകുമ്പോൾ നബവി ഇമാം ചിന്തിക്കുന്നത്, എന്നെ തൊപ്പി കണ്ടതുകൊണ്ട് ആ മനുഷ്യൻ നരകത്തിൽ കിടക്കുമല്ലോ, അവനെ രക്ഷപ്പെടുത്താൻ എങ്ങനെ കഴിയും പഠിച്ചവനെ. ഉടനെ തന്നെ പൊരുത്തപ്പെട്ടു കൊടുത്തു, കള്ളന് പൊരുത്തപ്പെട്ടു കൊടുത്തു. എപ്പോഴാണെങ്കിലോ ചില ആളുകൾ ഒരു നല്ല മനസ്സ് വേദന കേട്ടുപോയി, ഞാൻ ഇന്നോടത്തിലോ തെറ്റിയിട്ടുണ്ടാവും മോനെ, എനിക്ക് പൊരുത്തപ്പെടണേ, ഞാൻ അങ്ങനെ പൊരുത്തപ്പെടുന്നില്ല, അവർക്ക് മഹേശ്വരന് കാണാം എന്ന് പറയുന്ന കിബറന്മാരില്ലേ. മഹേശ്വരയിൽ ഇപ്പം വലിയ രാജാവും മറ്റോ കുറച്ച് അടിമയും മഹേശ്വരന് കാണാം. എടാ നിന്റെ കീബറല്ലേ അത്? ഞാൻ നിന്നോട് ചോദിക്കുന്നത്, മഹേശ്വര എന്ന് പറഞ്ഞാൽ നീ മനസ്സിലാക്കുന്ന എയർ കണ്ടീഷൻ റൂമാണോ? മഹേശ്വര എന്ന് പറഞ്ഞാൽ തലന്റെ മേലെ സൂര്യൻ ഉദിച്ചിട്ട് വിയർത്തൊലിക്കുന്ന സ്ഥലമല്ലടോ. നീ അവനോട് കണക്ക് പറയാൻ ആ വെയിലത്തേക്ക് വെക്കണോ? കണക്ക് പറഞ്ഞു വാങ്ങുന്നവരെ നീയും വെയിൽ കൊള്ളണ്ടേ? അതിനേക്കാൾ എത്രയോ നല്ലത് ദുനിയാവെന്ന് പൊരുത്തപ്പെട്ടു കൊടുക്കുന്നതല്ലേ. നിന്റെ ചിന്തക്കെന്ത് പറ്റിപ്പോയി? ഇമാം നബവി
കള്ളനപ്പം തന്നെ പൊരുത്തപ്പെട്ടു കൊടുത്തു. പക്ഷേ മനസ്സിന് സമാധാനമില്ല. കാരണം ഞാൻ പൊരുത്തപ്പെട്ടു എന്ന വിവരം അയാൾ അറിയില്ലല്ലോ. അറിയാത്ത കാലത്തോളം അയാൾക്ക് ഇത് ഉപയോഗിക്കല് ഹലാലാവില്ലല്ലോ. അതുകൊണ്ട് കള്ളന് പൊരുത്തപ്പെട്ട വിവരം പറയാൻ വേണ്ടി ഇമാം നബവി കള്ളന്റെ പിന്നാലെ ഓടി. എടോ, നിനക്ക് ഇമാം നബവി പോയത്തക്കാരനാണെന്ന് തോന്നുന്നുണ്ടോ? അവരാഖിറം ചിന്തിച്ചവരാണ്, ദുനിയാവ് ചിന്തിച്ചവരല്ല. ഓട്ടം പിന്നാലെ ഓടിയിട്ട് കള്ളന്റെ സമീപത്തെത്തിയപ്പോൾ കള്ളനതാ പിന്നിന്ന് ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോ ഉടമസ്ഥൻ അടുത്തെത്തിപ്പോയി. കള്ളൻ സ്പീഡ് കൂട്ടി ഓടാൻ തുടങ്ങിയപ്പോൾ നബവിമാവിന് മനസ്സിലായി, ഇവനെ ഇനി ഓടിയാൽ എനിക്ക് പിടുത്തം കിട്ടൂല. പിന്നെ ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി, അബ്ദുൽ മോനെ, ഞാൻ പൊരുത്തപ്പെട്ടു മോനെ, പൊരുത്തപ്പെട്ട് ഞാൻ നിന്നെ പിടിക്കാൻ ഓടുന്നതല്ല, പൊരുത്തപ്പെട്ട വിവരം പറയാനാണ് മോനെ. ഇതൊന്ന് കേട്ടിട്ട് ഓടിക്ക മോനെ. ഇമാം നബവി വിളിച്ചു പറഞ്ഞില്ലേ, വെറുതെയാണോ? ഇമാം നബവി റൂമിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുമ്പോ വലിയ വലിയ സർപ്പങ്ങൾ നവീമാവനെ കാണാൻ വരുന്നു. നവീമാവനങ്ങൾ തറക്കത്തിന് ഭക്ഷണം കൊടുക്കുന്നു. ഭക്ഷണം വാങ്ങിയിട്ട് വലിയ വലിയ പാമ്പുകൾ മടങ്ങിപ്പോകുന്നു. ഇമാം നബവി തങ്ങൾ കിതാബ് എഴുതാനിരുന്നപ്പോൾ വിളക്കങ്ങ് കെട്ടുപോയി. എമർജൻസിയിലേക്കുള്ള കാലമല്ലല്ലോ. പക്ഷേ നവീമാവിന്റെ കയ്യിന്റെ വിരലിൽ നിന്ന് കറാമത്തിന്റെ ലൈറ്റ് വന്നുപോയി. എന്റെ സഹോദരന്മാര്, അവര് വെറുതെ പവർ കിട്ടിയതാണോ? അവരെ ചിന്ത റസൂലുള്ളാഹിന്റെ ഉമ്മത്ത് എല്ലാവരും രക്ഷപ്പെടണം. അതെന്റെ തൊപ്പി കാത്ത കാണാനാണെങ്കിലും ശരി, റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ നരകത്തിൽ കിടക്കുന്നതോ, പിഴച്ചു പോകുന്നതോ, അവൻ നശിച്ചു പോകുന്നതോ റസൂലുള്ള ഇഷ്ടപ്പെടുന്നില്ലല്ലോ. റസൂലുള്ള ഇഷ്ടപ്പെടാത്തൊരു കാര്യം നമ്മളെങ്ങനെ ഇഷ്ടപ്പെടും? അതുകൊണ്ട് തന്നെ മൂമിനായ മനുഷ്യ, നിന്നെ ഒരാൾ എത്ര ചീത്ത പറഞ്ഞാലും ശരി, നിന്നെ എത്ര തെറി പറഞ്ഞാലും ശരി, നിന്നെ എത്ര കൂക്ക് വിളിച്ചാലും ശരി, നിന്നെ എത്ര കല്ലെറിഞ്ഞാലും ശരി, നിന്റെ ദൈവത്തെ എത്ര പറഞ്ഞാലും ശരി, നീ ചിന്തിക്കേണ്ടത് അവനും കൂടി രക്ഷപ്പെടണം, അവനും കൂടി സലാമത്താകണം. റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ പിഴച്ചു പോകുന്നതോ, നരകത്തിൽ കിടക്കുന്നതോ റസൂലുള്ള ഇഷ്ടപ്പെടുന്നില്ലല്ലോ. റസൂലുള്ളാഹിനെ പ്രിയം വെക്കുന്ന നമുക്ക് റസൂലുള്ള ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഇഷ്ടപ്പെടാൻ പറ്റുമോ? അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഉമ്മത്തുകളെ, വൈരാഗ്യങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ചോ, വിദ്വേഷങ്ങൾ മാറ്റിവെച്ചോ, എന്നിട്ട് ഒറ്റ മനസ്സായി മുഅ്മിനീങ്ങൾ പ്രവർത്തിച്ചോ. നിങ്ങളൊരിക്കലും തന്നെ പരസ്പരം ഒരു മഹല്ലും തമ്മിൽ ശണ്ട കൂടണ്ട, മുസ്ലിമീങ്ങൾ തമ്മിൽ തല്ലണ്ട. ഇനി ആലിമീങ്ങൾക്കിടയിൽ എന്തെങ്കിലും സംഘടനാ തർക്കങ്ങളോ അല്ലെങ്കിൽ ശാഖാപരമായ മക്കള തർക്കങ്ങളോ ഉണ്ടെങ്കിൽ അതിനും മുസ്ലിമീങ്ങളായ നിങ്ങളതിന്റെ പേരിൽ ശണ്ട കൂടണ്ട, തമ്മിൽ തല്ലണ്ട, കത്തിവലിക്കണ്ട. ആലിമീങ്ങൾക്കിടയിൽ വല്ല വിഷയങ്ങളുമുണ്ടെങ്കിൽ അവര് പറഞ്ഞു തീർക്കണ്ടേ. അതിനെന്തിനാണ് സാധാരണക്കാരായ ആളുകൾ ഗ്രൂപ്പ് നിർത്തി ആലിമീങ്ങളെ ചീത്ത പറയലും അതുപോലെ തങ്ങന്മാരെ കുറ്റം പറയലും അള്ള ബഹുമാനിച്ചതിന് ഉത്തരം താഴ്ത്തലും, എന്നിട്ട് മുസ്ലിമീങ്ങൾ തമ്മിലടിച്ച് ഭരിക്കണോ? അള്ളാഹ് അത് കൽപ്പിച്ചിട്ടില്ല, റസൂലുള്ള നിർദ്ദേശിച്ചിട്ടില്ല, ആലിമീങ്ങൾ അതിന് പ്രചോദനം നൽകിയിട്ടില്ല. ആലിമീങ്ങൾക്കിടയിൽ മസ്അല തർക്കം പണ്ടേ ഉള്ളതല്ലേ, സംഘടനാ തർക്കം പണ്ടേ ഉള്ളതല്ലേ. എന്തിനാണ് മുഅ്മിനായ മനുഷ്യ ദീനിന്റെ അയൽവാസിയുള്ള എന്തിനാണ് തെറ്റുന്നത്? കുടുംബക്കാരനുമായി നീ എന്തിനാണ് ശണ്ട കൂടുന്നത്? നീ എന്തിനാണ് കത്തിവലി? നീ എന്തിനാണ് പരസ്പരം ആരോഗ്യത്തിന്റെ പവർ നോക്കുന്നത്? നിനക്കും അവനും എല്ലാവർക്കും അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിച്ചുകൂടെ? ദൈവത്തിന് പറയും പകരം ഒരു സലാത്ത് ചൊല്ലിക്കൂടെ? അതുപോലെ ഫസാദ് പറയുന്നതിന് പകരം ഖുർആനോദിക്കൂടെ? ദിക്ർ വർദ്ധിപ്പിച്ചുകൂടെ? യജമാനായ അല്ലാഹുവിനെ ഭയപ്പെട്ടൊന്ന് ജീവിച്ചുകൂടെ? അവന്റെ കോടതികൾ ഓർമ്മിച്ചുകൂടെ?
അനാവശ്യ ചിന്തകളൊക്കെ ഒന്ന് ഒഴിവാക്കി വെച്ചോ. എന്നിട്ട് മരിക്കാൻ ഒരുങ്ങിക്കോ. യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ വണ്ടിയിൽ വെച്ച് മരിച്ചു പോയവരില്ലേ? ഉറങ്ങിക്കിടന്നപ്പോ നേരം വെളുക്കുമ്പോഴേക്ക് മരിച്ചു പോയവരില്ലേ? യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ മരിച്ചവരില്ലേ? കേടോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ മറിഞ്ഞു വീണു പോയവരില്ലേ? നിസ്കരിക്കാൻ പള്ളിയിൽ വന്നവരോ മയ്യത്തിൽ എടുത്തുകൊണ്ട് പോയവരില്ലേ? എന്റെയും നിന്റെയും മരണത്തിന്റെ സമയം അറിയില്ലല്ലോ. ആ മരണത്തെ ഓർമ്മിച്ച് മരണത്തിന് ഒരുങ്ങി ജീവിച്ചോ. കളവ് പറയണ്ട, ഗീബത്ത് പറയണ്ട, നമീമത്ത് പറയണ്ട, ഫസാദ് പറയണ്ട. ഏത് കാര്യം ചെയ്യുമ്പോഴും അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടുമോ ഇക്കാര്യം ചിന്തിച്ച് ജീവിച്ചോ. ബറക്കത്തിനൊരു സംഭവം പറഞ്ഞു ഞാൻ നിർത്തട്ടെ. 18ാമത്തെ ഉസ്താദാണ്. അവിടുന്ന് അങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുന്ന പരമ്പരയുണ്ട്. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ ഉസ്താദാണ് അഹ്മദ് ഇബ്നു ഹജർ അൽ ഹൈതമി. ഇസ്ലാം തക്കലിൽ അൻസാരി. അവിടുത്തെ ഉസ്താദാണ് അഹ്മദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി. അവിടുത്തെ ഉസ്താദാണ് അബ്ദുർ റഹീം ഇറാഖി. അവിടുത്തെ ഉസ്താദാണ് അൽ-അലായി ഇബ്നു ഇബ്രാഹിം അൽ-ലത്താ. അവിടുത്തെ ഉസ്താദാണ് ഇമാം നബവി. ഇമാം നബവി തങ്ങളുടെ ഉസ്താദാണ് സല്ലാത്തുൽ അർമലി. ബഹുമാനപ്പെട്ടവരുടെ ഉസ്താദാണ് മുഹമ്മദ് ഇബ്നു മുഹമ്മദ് അൽ ഖസ്രീനി. അവിടുത്തെ ഉസ്താദാണ് ഇമാം റാഫി. ഇമാം റാഫി തങ്ങളുടെ ഉസ്താദാണ് മുഹമ്മദ് ബിൻ ഫദ്ൽ ഖസ്മീനി. ബഹുമാനപ്പെട്ടവരുടെ ഉസ്താദാണ് മുഹമ്മദ് ബിൻ ഇസാബൂരി. അവിടുത്തെ ഉസ്താദാണ് സിദ്ദത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഖസാലി. അവിടുത്തെ ഉസ്താദാണ് ഇമാം അൽ ഹറമൈനി. അവിടുത്തെ ഉസ്താദാണ് അബൂ മുഹമ്മദ് അൽ ജുവൈനി. അവിടുത്തെ ഉസ്താദാണ് അബൂ ബക്കർ അൽ ഖഫാർ അൽ മർവസി. അവിടുത്തെ ഉസ്താദാണ് മുഹമ്മദ് അൽ ഫാത്താർ അൽ മർവസി. അവിടുത്തെ ഉസ്താദാണ് അബൂ ഇസ്ഹാഖ് അൽ മർവസി ഇബ്രാഹിം അൽ മർവസി അൽ കബീർ. അവിടുത്തെ ഉസ്താദാണ് അബൂ അബ്ബാസ് അഹ്മദ് ബിൻ ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് അഹ്മദ് റളിയല്ലാഹു തആല അൻഹു. അവിടുത്തെ ഉസ്താദാണ് അബുൽ ഖാസിം ഉസ്മാൻ ഇബ്നു അൽ-മാത്തി. അവിടുത്തെ ഉസ്താദാണ് അൽ-മുസ്നി അബൂ ഇബ്രാഹിം ഇസ്മാഈൽ ഇബ്നു യഹ്യ. അവിടുത്തെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ. അപ്പൊ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു എന്റെ 39ാമത്തെ ഉസ്താദാണ്. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഉസ്താദാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഉസ്താദാണ് ബഹുമാനപ്പെട്ട നാഫി റളിയല്ലാഹു അൻഹു. നാഫി റളിയല്ലാഹു അൻഹു ഉസ്താദാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നു ഖത്താബിന്റെ മകനാണ്, മുസ്തബീത്തിന്റെ സ്വഹാബിയാണ്. അവിടുത്തെ ഉസ്താദാണ് അഷ്റഫുൽ ഖൽഖുല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ പരമ്പരകളിൽ ഇവിടെ കിടക്കുന്ന ആ മഹാനും നമ്മളും തമ്മിലുള്ള ബന്ധം എന്ത് ബന്ധമാണ്? അത് ചെറിയ ബന്ധമല്ല. നമ്മുടെ ആത്മാവിനെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ നൂറിനെ തങ്ങളിലേക്ക് ബന്ധപ്പെടുത്തുന്ന നമ്മുടെ നമ്മുടെ ഉസ്താദുമാർ, ആ ഉസ്താദുമാരെ പരമ്പരയിൽ വളരെ നല്ല ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുന്ന ആളാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. ആ പരമ്പര മുറിഞ്ഞാൽ, ആ കണ്ണി പൊട്ടിയാൽ നമ്മുടെ കണ്ണിക്ക് അപകടം പറ്റി. ചങ്ങലയുടെ കണ്ണി മുറിയുമ്പോൾ കണ്ണി മുറിഞ്ഞുപോയി. അതുകൊണ്ട് തന്നെ ഈ ഉസ്താദുമാരുടെ പരമ്പരയിൽപ്പെട്ട സർവ്വമഹാന്മാരെയും ബഹുമാനിക്കുകയും അവര് പഠിപ്പിച്ച ആശയം മുറുകെ പിടിച്ചു ജീവിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്, അതിനാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്. അത് മുറുകെ പിടിച്ച് ജീവിച്ച് മരിക്കുന്നവർക്ക് മാത്രമേ ആത്മീയമായ സംസ്കരണം ലഭിക്കുകയുള്ളൂ എന്ന് നിങ്ങളോട് ഉണർത്തി ഒരു ചെറിയ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. നാം നിലനിൽക്കുന്ന ലോകമല്ല, നിലനിൽക്കുന്ന ലോകം മരണത്തിന് ശേഷമുള്ള ലോകമാണ്. ആ ലോകത്തിന് വേണ്ടി അധ്വാനിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക, അതിനുവേണ്ടി ജീവിക്കുക, അതിനുവേണ്ടി മരിക്കുക, സർവ്വത്വവും അർപ്പിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുക. നമ്മളൊരു വലിയവനാണെന്ന തോന്നൽ നമ്മളെ കൽവിലില്ലാതെ, വലിയവൻ അല്ലാഹുവാണ്. നമ്മളെ പള്ളിയിൽ വിളിച്ച് പറയുന്നു അല്ലാഹു അക്ബർ. കമ്മിറ്റി പ്രസിഡന്റ് വലിയവനാണെന്നല്ല, കമ്മിറ്റിയുടെ സെക്രട്ടറി വലിയവനാണെന്നല്ല. ഞാൻ പല കമ്മിറ്റിയുടെയും പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെയാണ്, പക്ഷേ അതുകൊണ്ട് ഞാൻ വലിയവനല്ല. വലിയവൻ അല്ലാഹുവാണ്. അല്ലാഹു അക്ബർ. അല്ലാഹു വലിയവനാണ്, വേറെ ആരും വലിയവരല്ല. ആ വലിയവന്റെ അടിമകളാണ് സൃഷ്ടികളായ അടിമകൾക്ക് സ്വന്തമായി ഒന്നുമില്ല. അടിമകൾ മുഴുവനും യജമാനന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. السماوات والأرض حنيفا مسلما وما أنا من المشركين إن صلاتي ونسكي ومحياي ومماتي لله رب العالمين
എന്റെ ജീവിതവും മരണവും ഞാൻ അല്ലാഹുവിന് സമർപ്പിക്കുന്നു. എന്റെ നിസ്കാരവും സർവ്വവും അല്ലാഹുവിന് സമർപ്പിക്കുന്നു. ഞാൻ സർവ്വത്വം അല്ലാഹുവിലേക്ക് തിരിക്കുന്നു. ഞാനൊന്നുമല്ല. ഈ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകാം. അവസാനമായി ഒറ്റ കാര്യം പറഞ്ഞു നിർത്തട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ പറഞ്ഞു, നബിയേ തങ്ങളൊരു വാക്ക് പറഞ്ഞു തരണം. ഇത് പറഞ്ഞതൊരു നല്ല വാക്ക് പറയണമെന്നാണ്. അത് പറയാനുള്ള യോഗ്യതയും അർഹതയും പാണ്ഡിത്യവും ഈ പാവപ്പെട്ട എനിക്കില്ല. ഞാൻ മുമ്പ് വാക്ക് കേട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കാണാറുണ്ട്. അതിന്റെ വാക്ക് കേട്ടിട്ടുണ്ട്. ആ വാക്ക് കേൾക്കാൻ വേണ്ടി തന്നെ ഞാൻ പോയിക്കൊണ്ടിരിക്കാറുണ്ട്. താല്യമായിരുന്ന കാലത്തിൽ ഞാൻ ഓർക്കുകയാണ്. ഞാൻ ഇരുന്നത് വരെ സദസ് പൊട്ടിക്കരഞ്ഞുപോയി. ബഹുമാനപ്പെട്ടവരും കുറെ കണ്ണുകൾ വെള്ളമൊലിപ്പിച്ച് കരഞ്ഞുപോയി. ആഹ്റത്തിനെ ചിന്തിപ്പിക്കുന്ന വാദങ്ങൾ പഴയകാലത്ത് ധാരാളം കഴിഞ്ഞിരുന്നു. ഇന്നെല്ലാം പോയി ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയലും ഉപ്പറയിലും അങ്ങനെയായി നമ്മുടെ സദസ്സുകളൊക്കെ അധപ്പതിച്ചുപോയി. നമ്മുടെ സമുദായത്തിൽ ചെയ്യാനുള്ള പ്രത്യേകം നമുക്കും നമ്മുടെ സഹോദരന്മാർക്കും നൽകുമാറാകട്ടെ. എപ്പോഴും ആഹ്റം ചിന്തിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കാൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ വന്നൊരാൾ നബിയെ തങ്ങളൊരു വാക്ക് പറഞ്ഞു തരണം. അതൊന്ന് ചുരുക്കി പറഞ്ഞു തരണം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ 3 കാര്യമാണ് ആ സമയത്ത് പറഞ്ഞത്. ഒന്നാമതായി പറയുന്നത് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നാൽ നീ യാത്ര പറയുന്നവന്റെ നിസ്കാരം നിസ്കരിക്കണം കേട്ടോ. ഓ സഹോദരന്മാരെ, നിങ്ങൾ ദുബായിലേക്ക് യാത്ര ഇറങ്ങുന്ന സമയത്ത് വിസ കിട്ടാൻ വേണ്ടി നിങ്ങൾ നേർച്ചയാക്കി, ടിക്കറ്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ശുപാർശ പിടിച്ചു, അതിന് ശേഷം ടിക്കറ്റിന് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ അധ്വാനിച്ചു. ഇങ്ങനെയൊക്കെ കൂടി ദുബായിലേക്ക് ഇറങ്ങുമ്പോ നിങ്ങൾ പെട്ടെന്ന് തൽക്കാലത്തേക്ക് പോകുന്ന ഒരു യാത്രയാണ്. പോകുന്ന വഴിക്ക് കാറിൽ ഫോൺ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അവിടെ എത്തിയാൽ ഇറങ്ങി അവിടെ വിളിക്കാൻ സംവിധാനമുണ്ട്. നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ നിങ്ങളെ കുടുംബങ്ങളുണ്ട്. എയർ കണ്ടീഷൻ റൂം അവിടെ കാത്തിരിക്കുന്നുണ്ട്. ജോലിയുമുണ്ട്, നല്ല ശമ്പളവുമുണ്ട്. പക്ഷേ വീട്ടിൽ നിന്ന് താൽക്കാലികമായി ഇറങ്ങുന്ന സമയത്ത് ചെറുപ്പക്കാരാ, വേർപാടിന്റെ ദുഃഖം കൊണ്ട് നിന്റെ കണ്ണ് നനഞ്ഞില്ലേ? നിന്റെ ഭാര്യയെ നിന്റെ മുഖത്ത് നോക്കിയിട്ട് നീ പൊട്ടിയില്ലേ? നിന്റെ കുഞ്ഞിനെ എടുത്ത് ഉമ്മാനെ ഏൽപ്പിക്കുന്നു, ഉമ്മയും നീയും കെട്ടിപ്പിടിച്ചില്ലേ? പാപ്പ പൊട്ടിയില്ലേ? താൽക്കാലത്തേക്കുള്ള വേർപാടിന്റെ ശരിയാടില്ലെങ്കിൽ എന്റെ പാപ്പയും എന്റെ കൂടെ ഇല്ല. എന്നെ ഈ രംഗത്തേക്ക് കൈപിടിച്ചുയർത്തിയ എന്റെ ഉസ്താദായി പോയി. എന്റെ ബാപ്പ മരണപ്പെട്ടു പോയി. ഞാൻ ചോദിക്കട്ടെ, ബാപ്പയുടെ മോതിരത്തിന്റെ കല്ല് എന്റെ കയ്യിലുണ്ട്. ബാപ്പന്റെ മോതിരത്തിന്റെ കല്ല് ബാപ്പയുടെ കയ്യിലില്ല. ബാപ്പയുടെ വാച്ച് ബാപ്പയുടെ കയ്യിലില്ല. ബാപ്പയുടെ തുണികളിൽ ബാപ്പയുടെ കയ്യിലില്ല. ബാപ്പ കൃഷി ചെയ്ത തെങ്ങിന്റെ മേലെ നിന്നിപ്പോൾ ബാപ്പയുടെ നിർവഹിക്കുന്നില്ല. അതേ സമയത്ത് പാവപ്പെട്ട എന്നെ, ഞാനൊരു പണ്ഡിത കുടുംബത്തിൽ ജനിക്കാതെ തന്നെ എന്റെ ബാപ്പ തെരുക്കിലേക്ക് പറഞ്ഞേറ്റു. ഒരു 3 കഷ്ടം തുണിയല്ലാതെ ബാപ്പയ്ക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടോ? അല്പം പരിധിയല്ലാതെ കൊണ്ടുപോയിട്ടുണ്ടോ? എന്റെ ഉസ്താദ് എന്നെ വിട്ടുപിരിഞ്ഞില്ലേ? ഈ പാവപ്പെട്ട എന്റെ യാത്രയാക്കാൻ വേണ്ടി എന്റെ മക്കൾ വളർന്നു വരുന്നില്ലേ? എന്റെ ശിഷ്യന്മാരും വളർന്നു വരുന്നില്ലേ? ഈ പാവപ്പെട്ട എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉള്ളതല്ലേ? ഈ യാത്ര പോയവർ പിന്നെ ടെലിഫോൺ ചെയ്യുന്നുണ്ടോ? പിന്നെ വിവരം അറിയിക്കുന്നുണ്ടോ? ആ യാത്രയാണ് മരണത്തിന്റെ യാത്ര, തിരിച്ചു വരുന്ന യാത്രയല്ല. പോയ സ്ഥലത്ത് ഇവിടെയുള്ള കാര്യം ചിന്തിക്കുന്ന വിഷയമല്ല. അവനവന്റെ വിഷയത്തിൽ തന്നെ ചിന്തിക്കാൻ ധാരാളം കേട്ടോ. ഏത് വിഷയത്തിലും അള്ളാന്റെ പൊരുത്തം ചിന്തിച്ചുകൊണ്ട് വാക്ക് പറയുകയും അള്ളാന്റെ പൊരുത്തം ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്ത മനുഷ്യൻ ഭയപ്പെടേണ്ടതില്ല. الذين قالوا ربنا الله ثم استقاموا فلا خوف عليهم ولا هم يحزنون. അള്ളയാണ് റബ്ബിന്റെ പ്രഖ്യാപിക്കുന്ന നേർക്കുനേരെ ജീവിച്ചു പോയവരാണെങ്കിൽ അവൻ പേടിക്കേണ്ടതില്ല നബിയെ. അവന് പേടിയില്ല, അവന് ദുഃഖമില്ല. നേരെ മറിച്ച് ജീവിതത്തിന്റെ രംഗങ്ങളൊക്കെ വളഞ്ഞതാണെങ്കിൽ അവന്റെ കാര്യം അപകടം തന്നെയല്ലേ. ആ മരണമെന്ന്
എന്ന് പറയുന്ന യാത്രയുടെ ഡേറ്റ് അറിഞ്ഞില്ല സഹോദര, ഡേറ്റ് അറിഞ്ഞില്ല. ഞാൻ നാദാപുരത്തിന്റെ പേരോടുകൂടി ഇന്ന് പാറക്കടവിലേക്ക് പോയിട്ടുണ്ട്. വിദേശ നാട്ടിൽ വന്ന 2-3 പ്രതിനിധികളുണ്ടായിരുന്നു. നാദാപുരത്ത് നമ്മുടെ സ്കൂളും കാണിച്ചിട്ട് ഞാൻ പാറക്കടവ് സ്കൂൾ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അപ്പോൾ പേരോട് അപകടങ്ങളൊന്നുമില്ല. ഒരല്പം കഴിഞ്ഞ് എനിക്ക് ടെലിഫോൺ വന്ന് പേരോട് അപകടം നടന്നു. 2-3 ആളുകൾ മരണപ്പെട്ടുപോയി. എനിക്ക് പരിചയമുള്ളവരാണ്. ഞാൻ ഇപ്പോൾ ഇവിടത്തേക്ക് വരാൻ വേണ്ടി വരുമ്പോ തകരങ്ങളടിച്ചൊരു ജീപ്പ് എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. ഞാൻ ഞങ്ങളോട് ചോദിക്കട്ടെ, നിസ്കരിക്കുന്ന സമയത്ത് ഇതെന്റെ അവസാനത്തെ നൂറാണെന്ന് മരിക്കുന്നവര് കരുതുമോ? നിസ്കരിക്കുന്ന സമയത്ത് ഇതെന്റെ അവസാനത്തെ സുഖിയാണെന്ന് കരുതുമോ? നിസ്കരിക്കില്ലേ നിങ്ങള്? ഇതെന്റെ അവസാനത്തെ ഇതാണെന്ന് കരുതിയോ? ലോകത്തിന്റെ മുഴുവനും നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമ്മളെ ഒന്ന് നന്നാക്കി എടുക്കാൻ വേണ്ടി അത് തന്നെയല്ലേ അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ ശുദ്ധീകരിക്കാൻ വേണ്ടി വന്നതല്ലേ? എത്ര പാപങ്ങൾ ചെയ്തുകൊണ്ട് മലിനമായ നിലക്ക് ഒരുപാട് മാലിന്യങ്ങളുള്ള ശരീരമല്ലേ ഈ പാവപ്പെട്ടവരുള്ളത്? മലിനമായ കണ്ണല്ലേ ഉള്ളത്? മലിനമായ കാതല്ലേ ഉള്ളത്? മലിനമായ നാവല്ലേ ഉള്ളത്? മലിനമായ മനസ്സല്ലേ ഉള്ളത്? ഈ മലിനമായ ശരീരത്തെയും അവയവങ്ങളെയും ഒന്ന് ശുദ്ധീകരിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. ആ നീ യാത്ര പറയുന്നവന്റെ നിസ്കാരം നിസ്കരിക്കൂ. നിസ്കരിക്കുമ്പോൾ എന്റെ അവസാനത്തെ നിസ്കാരമായിരിക്കും. ആരോടാണ് ആ സംഭാഷണം? എന്റെ റബ്ബിനോടാണ്. എനിക്ക് വെള്ളവും ഭക്ഷണവും ആരോഗ്യവും ശരീരവും മനസ്സും ആത്മാവും മുഴുവനും തന്ന എല്ലാം നിയന്ത്രിക്കുന്ന പടപ്പവനോടുള്ള സംഭാഷണമാണ് നിസ്കാരം. ഇതെന്റെ റബ്ബിനോട് മരിക്കുന്നതിന് മുമ്പ് ഞാൻ അവസാനം നടത്തുന്ന സംഭാഷണമാണ്. എന്ന നിലക്ക് സുബഹി നിസ്കരിക്കൂ ചെറുപ്പക്കാരാ, എന്ന നിലക്ക് നിസ്കരിക്കൂ കാരണവന്മാരെ, ആ നിലക്ക് ബഹുർ നിസ്കരിക്കൂ ഉമ്മമാരെ. ഇതിന്റെ അവസാനത്തെ നിസ്കാരമാണെന്ന് കരുതി നിസ്കരിക്കുക. അപ്പോൾ നിങ്ങൾ സുജൂദിന്റെ സ്ഥാനത്തേക്ക് തന്നെ നോക്കുക. ദുനിയാവിന്റെ ചിന്തകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി മനസ്സിൽ ഒഴിവാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് രാജാവിനോടുള്ള സംഭാഷണമാണിത്. ഈ രാജാവിന്റെ പൊരുത്തം കൊണ്ടേ രക്ഷയുള്ളൂ. ഈ രാജാവിന്റെ മുമ്പിൽ എനിക്ക് പോകാതെ വൃത്തിയില്ല. എന്റെ അവസാനത്തെ സംഭാഷണമാണ്. ഈ ചിന്തയിൽ നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ നിന്ന് നിങ്ങളൊന്ന് ഭക്തിയോട് നിസ്കരിക്കൂ. ഇത് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ രണ്ടാമത് പറയുകയാണ്, ഓ മോനെ, രണ്ടാമത് പഠിപ്പിക്കുകയാണ്, നീ മനുഷ്യന്മാരെ കയ്യിലുള്ളതിനെ ആശ്രയിച്ച് നടക്കണ്ട. വേറെ ഏത് മുതലാളിന്റെ കയ്യിൽ എന്തുണ്ടായാലും, ഏത് അധികാരമുള്ളവന്റെ കയ്യിൽ എന്ത് അധികാരമുണ്ടായാലും അന്ന് തീരുമാനിച്ചതല്ലാതെ നിനക്ക് കിട്ടുകയില്ല. അന്ന് തടഞ്ഞു വെച്ചത് വാങ്ങിത്തരാൻ ഒരാൾക്കും സാധ്യമല്ല. അതുകൊണ്ട് നീ മറ്റൊരാളെ കയ്യിലുള്ളതിനെ ആശ്രയിച്ച് നടക്കണ്ട. തിരക്ക് തരാൻ അല്ലാഹു മതിയായവനാണ്. അല്ലാഹുവിലേക്ക് ആശ്രയിച്ച് ജീവിച്ചോ. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലാ തകല്ലം ബികലാമിൻ തഗ്ദിറു മിൻഹു ഗദൻ. നാളെ അല്ലാഹുവിന്റെ മുമ്പിലെത്തുമ്പോ ഞാൻ എങ്ങനെ പറഞ്ഞു പോയതാണ്, എന്നോടങ്ങനെ സംസാരിച്ചു പോയതാണ് എന്ന് അവനെ വെച്ച് കൈയടിക്കുന്ന വാക്ക് പറയണ്ട. നാവിനെ നന്നായി ശ്രദ്ധിച്ചോ, നാവിനെ നന്നായി ശ്രദ്ധിച്ചോ. ആവശ്യമില്ലാത്ത വിഷയം ചർച്ച ചെയ്യണ്ട. നിങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയണ്ട. സംഘന്മാർ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ടാലും പെട്ടില്ലെങ്കിലും സംഘന്മാരെ വിചാരപ്പെടുത്തണ്ട. കുടുംബത്തെ ബഹുമാനിച്ചോ. അത് പാർട്ടിക്കാരായാലും ബഹുമാനിച്ചോ. സംഗീതന്മാരെ ബഹുമാനിച്ചോ. ആരോഗ്യങ്ങളാണിച്ചോ. പ്രായമുള്ളവരെ ബഹുമാനിച്ചോ. കുട്ടികളോട് കാരുണ്യം കാണിച്ചോ. കുടുംബ ബന്ധം ചേർത്തോ. അയൽവാസികളെ ഏത് മതക്കാരായാലും നന്മ ചെയ്തു കൊടുത്തോ. നീ നല്ലവനായി തിരിച്ച് നല്ലവനായി മരിക്കാൻ നോക്കിക്കോ. ചുരുങ്ങിയ കാലം ഇവിടെ ജീവിക്കുമ്പോ ഞാനൊരു വലിയവനാണെന്നോ, ഞാനൊക്കെ ജീവിക്കും മറിക്കുമെന്നോ ഉള്ള ചിന്തയൊന്നും കൊണ്ടുവന്നിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ വലിയവനാകണ്ട കേട്ടോ. വലിയവനായി ആരുമില്ല. ഇതല്ലേ ഒരു രാജാവായി കൊട്ടാരത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ പത്തിരി ഇങ്ങനെ മുറിച്ചിരുന്നുകയാണ്. അപ്പോഴതാവരുന്ന ഒരു കാക്ക വന്നിട്ട് ഇബ്രാഹിം തങ്ങളെ മുന്നിൽ ഒരു പത്തിരിയും എടുത്ത് പറന്നുപോയി. രാജാവിനെ പിടിച്ച് രാജാവല്ലേ, എന്റെ ഈ കാക്ക എന്റെ തീരെ പരിഗണിക്കാതിരുന്ന കാക്കയെ ഉണ്ടായിരുന്നാലും കൊന്നുകളയോ. രാജാവ് കുതിരപ്പുറത്ത് കയറിയിട്ട് കാക്കയുടെ പിന്നാലെ ഓടുകയാണ്. കാക്ക രാജാവിനെ അടുത്തെത്തുമ്പോ കാക്ക മറ്റൊരു സ്ഥലത്ത്
അടുത്ത് പോയിരുന്നു. രാജാവ് കുതിരയെ ഓട്ടുകയാണ്. കുതിരയെ ഓടി കാക്കയുടെ സമീപത്തും കാക്ക പിന്നെ അവിടുന്ന് മാറി. പിന്നെ ഈ രാജാവ് കുതിരയെ ഓടി കുറച്ചുകൂടി കഴിഞ്ഞപ്പോ കാക്കയതാ ഒരു മലഞ്ചെരുവിയിലേക്ക്, ഒരു താഴ്വരയിലേക്ക് ഇറങ്ങിപ്പോയി. രാജാവ് കുതിരയെ അങ്ങോട്ട് ഓടി ചെന്നപ്പോ അത്ഭുതപ്പെട്ടുപോയി. ഈ താഴ്വരയിലതാ ഒരു മനുഷ്യൻ കിടക്കുന്നു. കയ്യും കാലുമൊക്കെ കയറുകൊണ്ട് പിടിച്ച് ബന്ധിക്കപ്പെട്ട കെട്ടിയിട്ടുള്ള മനുഷ്യൻ. ആ മനുഷ്യന്റെ നെല്ലിൽ ഈ കാക്ക പോയിരിക്കുന്നു. പൊട്ടിക്കൊണ്ടുപോയ പട്ടിണിക്കൊക്കെ കൊണ്ട് മുറിക്കുന്നു. ഓരോ കഷ്ടങ്ങളും ഈ മനുഷ്യന്റെ വായിലേക്ക് കാക്ക വിട്ടുകൊടുക്കുന്നു. രാജാവ് അന്താളിച്ചുപോയി. ഓടി നിന്ന് കയറ് കഴിക്കുന്നു, കയറ് പൊട്ടിച്ചു. എന്താണ് കഥയെന്ന് ചോദിക്കുമ്പോ അയാൾ പറയാൻ വലിയ ബിസിനസ്സുകാരനാണ്. എന്റെ സ്വത്തുക്കളൊക്കെ കൊള്ളക്കാരി കൊള്ളയടിച്ചു കൊണ്ടുപോയി. എന്റെ രണ്ട് കയ്യും കാലും കെട്ടിയിട്ട് എന്നെ കൊണ്ടുവന്ന് താഴ്വരയിൽ തള്ളി. പക്ഷേ എന്റെ ഭക്ഷണം ഏറ്റെടുത്ത രാജാവുണ്ടല്ലോ, ആ രാജാവ് എന്നെ കൈയൊഴിച്ചിട്ടില്ല. എനിക്ക് ഭക്ഷണത്തിന് ഒരു പട്ടിയെ നിശ്ചയിച്ചിരിക്കുന്നു. ആ കാക്കേരി ഓരോ സമയത്തും ഭക്ഷണം എത്തിച്ചു തരുന്നു. ഇതൊക്കെ കണ്ടപ്പോഴല്ലേ കൊട്ടാരത്തിലെ രാജാവിന്റെ ചിന്ത, ഞാൻ രാജാവല്ലോ, ഞാൻ ഭരണാധികാരിയല്ല. ഭരണാധികാരിയാകാത്ത കുട്ടികളെ മുഴുവൻ സൃഷ്ടിച്ച് പൊറ്റി വളർത്തുന്ന പാലിക്കുൽ മുലൂക്കായ റബ്ബ് തന്നെ എനിക്കെന്റെ ഭരണത്തിൽ നടക്കുന്ന കാര്യം അറിയാൻ കഴിഞ്ഞില്ലല്ലോ. ഇയാളെ ഭക്ഷണം ചിന്തിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഏറ്റവും വലിയ ഭരണാധികാരിയല്ലോ രാജാവ് അല്ലാഹു തന്നെ. ഞാനെന്തിനാണ് ഇവിടെ കൊട്ടാരത്തിലെ രാജാവാണെന്ന് പറഞ്ഞിരിക്കുന്നത്? എനിക്ക് ഈ രാജാവിന്റെ മുമ്പിൽ താഴ്മയോടെ ഒന്ന് ജീവിച്ചുകൂടെ? പല സംഭവങ്ങളും ഇബ്രാഹിമിന്റെ ഗ്രന്ഥങ്ങൾ ഇങ്ങനെ കാണുകയാണ്. അതിനിടക്കാണ് ഒരു ദിവസം രാജാവായ ഇബ്രാഹിമിന്റെ ഗ്രന്ഥങ്ങള് കൊട്ടാരത്തിൽ ഇറങ്ങിയിട്ട് ഒരു ടൂറിന് വേണ്ടി പോയി. ടൂറും കഴിഞ്ഞ് തിരിച്ചു വരുന്ന ദിവസവും കൊട്ടാരത്തിലെ അടിവാരുന്ന വൃത്തിയിൽ രാജാവ് വരുന്ന സമയമായി എന്ന് തോന്നിയപ്പോ കൊട്ടാരത്തിന്റെ ഉള്ളിൽ രാജാവിന്റെ പ്രൈവറ്റ് റൂമിൽ കയറിയിട്ട് റൂമൊക്കെ അടിവാരി വൃത്തിയാക്കി നല്ല സ്ത്രീന്റെ കട്ടിലുണ്ട്, 7ഓളം കിടക്കകളുണ്ട്. കിടക്കയൊക്കെ ഒന്ന് മുട്ടി വിരിച്ച് ആ കിടക്കയൊക്കെ മുട്ടി വിരിച്ച് ഇറങ്ങി പോകാൻ നോക്കുമ്പോ ഈ വൃത്തിന്റെ മനസ്സിലൊരു തോന്നല, ഈ കട്ടിലിന്റെ മേലെ ഞാൻ ഇരുന്നിട്ട് എന്റെ രസം ഒന്നറിഞ്ഞാലോ. രാജാവ് സ്ഥലത്തില്ലല്ലോ, ഞാനും നോക്കട്ടെ എങ്ങനെയുണ്ട്. രാജാവിന്റെ കൊട്ടാരത്തിൽ ഒന്ന് കയറിയിട്ട് അവിടെ അരിവാരി വൃത്തിയിൽ കൊട്ടാരത്തിലെ കട്ടിലിന്റെ മേലെ ഒന്നിരുന്നു നോക്കി. ഇരുന്നപ്പോൾ തോന്നലി ഒന്ന് ആടി നോക്കണം. ദുനിയാവ് അങ്ങനെയാ നടന്നു പോകുമ്പോൾ 3 സൈക്കിൾ വേണം, സൈക്കിൾ ഇല്ലാത്തോണം മോട്ടോർ സൈക്കിൾ വേണം, പിന്നത്തോന്ന് ഓട്ടോറിക്ഷ വേണം, പിന്നത്തോന്ന് ജീപ്പ് വേണം, പിന്നത്തോന്ന് കാറ് വേണം, പിന്നത്തോന്ന് അക്കാറ് വേണം, അറ്റേ കാറ് വേണം, പിന്നെ എല്ലാം ഇല്ലാത്തോന്നും പിന്നെ കുറെ ബസ് വേണം, പിന്നത്തോന്നും നല്ല ഹെലികോപ്റ്റർ വേണം, പിന്നത്തോന്നും സ്വന്തം പ്ലെയിൻ വേണം. ഇതുണ്ടോ മതിയാകുന്നു മനുഷ്യ? ഇതുണ്ടോ മതിയാകുന്നു? അതല്ലേ ഇമാം ഗസാലി പറഞ്ഞോ മുതലാളിമാരെ? ഒരു കയ്യിൽ 1 ലക്ഷം ഉണ്ടായിരുന്നു, അതിപ്പോ ഞാൻ അധ്വാനിച്ച് 10 ലക്ഷമായി, ഇപ്പോൾ 1 കോടിയായി, 5 കോടിയായി, 5 കോടിയായി, മുതലാളിയായി. 60 കൊല്ലം കൊണ്ട് ഞാൻ ഒരുപാട് സമ്പാദിച്ചു പോയി. കോടിക്കുന്ന മനുഷ്യ 60 കൊല്ലം കൊണ്ട് ഈ 10 കോടി സമ്പാദിച്ചു, 100 കോടി സമ്പാദിച്ചല്ലേ? നിന്റെ പണം ഒരുപാട് വർദ്ധിച്ചു പോയി. പക്ഷേ അത് അനുഭവിക്കാനുള്ള സമയം നിനക്ക് ഒരുപാട് കുറഞ്ഞു പോയി. 60 കൊല്ലം കൊണ്ട് 100 കോടി ഉണ്ടാക്കി, 61ാമത്തെ കൊല്ലത്തിൽ പോയി 1 കോടി അനുഭവിക്കാനുള്ള സമയം കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനുഭവിക്കാനുള്ള സാധനം കുറെ ഉണ്ടാക്കി, അനുഭവിക്കാൻ കുറെ സാധനം ഉണ്ടാക്കി വെച്ചു. അനുഭവിക്കാനുള്ള സമയം അതോടെ കൊണ്ടുപോയി. എന്താ അതുകൊണ്ട് കാര്യം? അതുകൊണ്ട് മനുഷ്യ ദുനിയാവിനെ സ്നേഹിക്കുന്നതിന് പകരം ആഖിറത്തിനെ സ്നേഹിക്കുക, ആഖിറം സമ്പാദിക്കുക. സദഖ കൊടുക്കുന്ന മുതലാളിമാരെ പിരിവിൽ വരുന്നവന്റെ മഹത്വം നോക്കിക്കൊടുക്കാതെ, നാളെ പേപ്പറിൽ വരണമെന്ന് മനസ്സിലാക്കി കൊടുക്കാതെ ഖുർആനിൽ പറഞ്ഞ പോലെ കൊടുക്കുക. ഖുർആനിൽ പറഞ്ഞത് എങ്ങനെയാ? അവർ കൊടുക്കുന്ന സമയത്ത് സദഖ കൊടുക്കുമ്പോ മനസ്സിലോ അല്ലാഹു തന്നതാ കൊടുക്കുന്നത്. അല്ലാഹു ഇത് സ്വീകരിക്കുമോ? അല്ല ഞാൻ കൊടുക്കുന്ന 1 ലക്ഷം സ്വീകരിക്കുമോ? ഞാൻ കൊടുക്കുന്ന 10 ലക്ഷം അല്ല സ്വീകരിക്കുമോ? ഈ ഭയത്തോടെ കൊടുക്കൂ.
ഞാനൊരു 2 ദിവസം മുമ്പ് ശൈഖുനാക്കാദിന്റെ കൂടെ മംഗലാപുരം പോയി. മംഗലാപുരം ടൗണിൽ ഒരു വലിയ പള്ളി നിർമ്മിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി അവിടെ പള്ളിക്കൊരു സ്ഥലം എടുക്കുകയാണ്. 1.5 കോടി രൂപയോളം പള്ളി ഉണ്ടാക്കുന്ന സ്ഥലത്തിന് വേണം. ആളുകളെ വിളിച്ചു വലിയ വലിയ മുതലാളികൾ. ഞാൻ ഈ ആഴ്ച അവരോട് പ്രസംഗിച്ചു. അൽഹംദുലില്ലാ, അവിടെ ഒരു മുതലാളി പറഞ്ഞ് 10 ലക്ഷം ഞാൻ തരും, വേറെ മുതലാളി 9 ലക്ഷം ഞാൻ തരും, വേറെ മുതലാളി 10 ലക്ഷം ഞാൻ തരും. അങ്ങനെ ആ ഒരൊറ്റ സ്പോട്ടിൽ 50 ലക്ഷം രൂപ അവിടെ ഞങ്ങൾ തിരിച്ചു. ആകെ 12 ആളെ ഉണ്ടായിട്ടുള്ളൂ, 12 ആളെ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, ആ കൊടുക്കുന്ന സമയത്ത് അവിടെ പറഞ്ഞ അതേ കാര്യം നിങ്ങളോടും പറയുകയാണ്. മനസ്സിന്റെ അജാജത്തിൽ പേടികളും സദഖ പേടികളും അല്ലാഹു സ്വീകരിക്കുമോ? അല്ല സ്വീകരിച്ചില്ലെങ്കിൽ എന്റെ സദഖ പോയില്ലേ? അല്ലാതെ ഭർത്താവിന്റെ മുഖം നോക്കിയല്ല സദഖ കൊടുക്കേണ്ടത്, ആളകാരം നോക്കിയല്ല കൊടുക്കേണ്ടത്. ആളകാരം നോക്കുന്ന ആളാണ്, അള്ളാഹുവിനെ പേടിക്കുന്ന ആളാണ്. വേറെ നോക്കിക്കോ, അല്ലാതെ ദുനിയാവിന്റെ കനമല്ല നോക്കേണ്ടത്. ഓ സഹോദരന്മാരെ, അതിന്റെ സദഖ ചെയ്യുമ്പോ പേടിച്ച് വെറുതെ കൊടുക്കുന്നവർ അള്ളാഹു സ്വീകരിക്കുമോ? നിങ്ങളെ പുതിയാപ്പിളക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോ പുതിയാപ്പിളക്ക് പൊരുത്തപ്പെടുവോ? സ്വീകരിക്കോ? നിങ്ങൾ പേടിയില്ലേ? പുതിയാപ്പിളയുടെ ബാപ്പ വന്നപ്പോ ഉണ്ടാക്കിയ ഭക്ഷണം നന്നായോ? നിങ്ങളെ മനസ്സിൽ പേടിയില്ലേ? ഉസ്താദിനെ തൽക്കരിക്കാൻ ശിക്ഷ കൂട്ടി വന്നിട്ട് ഉസ്താദിന് ഭക്ഷണം കൊടുത്തപ്പോ ഉസ്താദിന് ഭക്ഷണം പിടിച്ചോ? പേടിയില്ലല്ലോ. അള്ളാഹ് കൊടുക്കുമ്പോ അള്ളാഹുവിനെ സ്വീകരിച്ചോ എന്ന് ഏത് അമല് ചെയ്യുന്നു അതിന്റെ ഉള്ളിൽ വേണ്ടേ? എന്റെ നിസ്കാരം സ്വീകരിച്ചോ? എന്റെ സദഖ സ്വീകരിച്ചോ? ഞാൻ കുറെ പ്രസംഗിച്ചിട്ട് എന്റെ പ്രസംഗം അള്ളാഹ് കബൂൽ ചെയ്തോ എന്ന് ചിന്തിക്കുന്നില്ലെങ്കിൽ അവർ ചെയ്തിട്ടെന്താ കാര്യം? ഇബ്രാഹിം നബി ഇസ്ലാം കഅബത്തിന്റെ വടിയെടുത്തില്ലേ? കഅബത്തിന്റെ വടിയെടുക്കുമ്പോ വേറില്ലേ? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. സ്വീകരിക്കണം റബ്ബേ, സ്വീകരിക്കണം. അള്ളാഹ് സ്വീകരിച്ചില്ലെങ്കിൽ നീ ആരും ക്ഷമിക്കുന്ന കാര്യം? അള്ളാഹ് സ്വീകരിച്ചില്ലെങ്കിൽ നീ ഇവിടെ സദഖ കൊടുത്തിട്ടുണ്ടാ കാര്യം? ഈ വേറെ ചെയ്തിട്ടുണ്ടാ കാര്യം? അള്ളാഹുവിന്റെ മുമ്പിൽ ആത്മാർത്ഥമായ ഏത് കാര്യം ചെയ്യോ? ബഹുമാനപ്പെട്ട കൊട്ടാരത്തിൽ പ്രൈവറ്റ് റൂമിൽ കയറിയ മനസ്സിന്റെ ഉള്ളിൽ ദുനിയാവിനോടുള്ള പ്രേമം വന്നുപോയി. കൊട്ടാരത്തിലെ കട്ടിലുമലൊന്നിരുന്നു പോയി. ഇരുന്നപ്പോൾ തോന്നലൊന്ന് ആടി നോക്കളുള്ളൂ. കട്ടിലുമലൊന്ന് ആടി നോക്കി സ്പ്രിങ്ങിന്റെ ആടുമ്പോ നല്ല രസമുണ്ട്. ഒന്ന് കിടന്നു നോക്കണം തോന്നി കിടന്നുപോയി. കിടന്നിട്ടൊന്ന് ആടി നോക്കുമ്പോൾ ഉറങ്ങിപ്പോയി. ക്ഷീണമുള്ള അടിമ ഉറങ്ങിപ്പോയി. രാജാവ് ചൂട് കഴിച്ച് നേരെ വന്ന് പ്രൈവറ്റ് റൂമിൽ കയറി നോക്കുമ്പോ രാജാവിന്റെ കൊട്ടാരത്തിൽ കട്ടിലിന്റെ മേലെ കിടക്കന്റെ മേലെ അതാ വൃത്തിൽ പൂലും വെച്ച് കിടന്നു ഉറങ്ങുകയാണ്. രാജാവിനെ രക്ഷപ്പിടിക്കാൻ എന്തെങ്കിലും വേണോ? രാജാവ് ഒരു അടിച്ചിട്ട് പൊളഞ്ഞുകൊണ്ട് എഴുന്നേറ്റോട് രാജാവ് ചിരിക്കുന്നു. അടിച്ചിരിക്കുന്നു. രാജാവ് പിന്നെയും പിടിക്കും. എന്റെ അടി വാങ്ങി കട്ടിൽ മക്കളെ തുറന്നിട്ട് അതില്ലാതെ എന്നിട്ട് അടി വാങ്ങി കെട്ടിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അടിമ പൊട്ടിക്കരയുന്നു. രാജാവൊക്കെ പുത്തുപോയി. ഇവന് മാനസിക രോഗമാണോ? ഇരിക്കുന്നു, കരയുന്നു. എന്റെ കട്ടിൽ മക്കൾ തുറന്നത് എന്തായി പറ്റിയത്? എന്താണ്? അടിമ പറയുന്നു, രാജാവ് ക്ഷമിക്കണം, രാജാവ് ക്ഷമിക്കണം. ഞാൻ ക്ഷമിച്ചതിന് കാരണമുണ്ട്, കരഞ്ഞതിന് കാരണമുണ്ട്. എന്താണ് പറയുന്നത്? രാജാവിന് ക്ഷമ വന്നു. രാജാവിനോട് പറഞ്ഞു, രാജാവെ ഞാൻ ക്ഷമിച്ചത് എന്താണെന്നറിയോ? ഈ ദുനിയാവിലെപ്പോഴും അധ്വാനിച്ച് ജീവിക്കുന്നവനാണ് ഞാൻ. അങ്ങ് രാജാവാണ് ഞാൻ. അല്ലാഹുവിന്റെ അടിമയുമാണ് ഞാൻ. നിങ്ങൾ അല്ലാഹുവിന്റെ അടിമയാണ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. കൂടെ നിങ്ങളെയും കൂടി അടിമയാണ്. നിങ്ങളെ വൃത്തിയുമാണ്, നിങ്ങളെ സർവന്റാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് അത് വീട് കാണിച്ചതല്ല. ഞാൻ എന്റെ ദുനിയാവിന്റെ ചിന്ത വന്നതാ കൽപ്പിന്. അടിച്ചുവാരി പോകുമ്പോ ഇതിന്റെ രസം അറിയോ? തോന്നി ഒന്നിരുന്നു പോയി. ഇരുന്നപ്പോ കിടക്കണോ തോന്നി കിടന്നു പോയി. കിടന്നപ്പോ ആടണോ തോന്നി ആടിപ്പോയി. ഈണം കൊണ്ട് ഉറങ്ങിപ്പോയി. നിങ്ങൾ നിസ്സാരപ്പെടുത്തിയതല്ല, നിങ്ങളെ നവർമണ്ടാക്കിയതല്ല. നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെടുന്ന രാജാവേ. എന്തിനാണ് രാജാവ് ചിരിച്ചത്? രാജാവേ, ദുനിയാവിൽ കുറഞ്ഞ സമയം ഞാൻ സുഖിച്ചുപോയി. എന്റെ ജീവിതത്തിൽ ഒരു കുറഞ്ഞ സമയം ഞാൻ സുഖിച്ചുപോയി. ആ വിക്കതിന് പകരം എന്റെ രാജാവായ നിങ്ങൾ വന്ന് നാലാഴ്ചയടിച്ചപ്പോ എന്റെ മനസ്സ് സന്തോഷിച്ചു. ദുനിയാവിനെ സുഖിച്ചതിന് ഇവിടെ തന്നെ ശിക്ഷയിൽ കിട്ടിയല്ലോ. ഇവിടെ സുഖിച്ചതിന് ഇവിടെ തന്നെ ശിക്ഷയിൽ കിട്ടിയല്ലോ. അതുകൊണ്ട് അതിനനുസരിച്ച് ചോദ്യമുണ്ടാവുന്ന സന്തോഷം കൊണ്ട് ചിരിച്ചുപോയി. എന്താണ്
കരഞ്ഞത്. കരഞ്ഞത് രാജാവേ അങ്ങയെ ഓർത്തിട്ടാണ്. എന്നോർത്തിട്ട് നീ എന്തിനു കരയണം? രാജാവേ, കുറഞ്ഞ സമയം ഈ കട്ടിലിന്റെ മേലെ കിടന്ന് സുഖിച്ചതിന്റെ പേരിൽ ഇത്ര വേദനയുള്ള അടിയാണ് എന്റെ രാജാവായ നിങ്ങൾ എന്നെ അടിച്ചത്. ഞാൻ നിങ്ങളെ ചിന്തിച്ചു, ഈ കട്ടിലിന്റെ മേലെ എല്ലാ ദിവസവും കിടന്ന് സുഖിക്കുന്ന അടിമേലേ നിങ്ങളെ രാജാവായ അല്ലാഹു തആല നിങ്ങളെ കടത്തു നോക്കുമ്പോ നിങ്ങളെ എത്രയായി ശിക്ഷിക്കുന്നത്? ഒരാഴ്ചത്തിന് ഇത്ര വലിയ അടിയാണെങ്കിൽ എപ്പോൾ കിടക്കുന്ന നിങ്ങൾക്ക് എത്ര അടിയായിരിക്കും? എത്ര വിജയമായിരിക്കും നിങ്ങൾക്ക് വരുന്നത് നിങ്ങളെ രാജാവിൽ നിന്ന്? അതെനിക്ക് ഭക്ഷണം തരുന്ന നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത് ചിന്തിച്ചപ്പോ ഞാൻ ഞങ്ങളെ കരഞ്ഞോ രാജാവേ. ഞാൻ നേരത്തെ കണ്ട കാഴ്ചയും അല്ലാഹുവാകുന്ന രാജാവ് ഭക്ഷണം കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ട് അല്ലാഹുവാകുന്ന രാജാവിന്റെ മുമ്പിൽ എന്നെ ചോദ്യം ചെയ്തതിനെ കുറിച്ച് ഇപ്പം ചിന്ത വന്നില്ലേ? ഞാനൊരു കൊട്ടാരവും കൊണ്ട് നടക്കണം. എനിക്ക് കൊട്ടാരം വേണ്ട, എനിക്ക് പണം വേണ്ട. റബ്ബേ, നിന്നെ കണ്ടാവൻ നിന്റെ മുഴുവൻ കിട്ടിയാൽ എല്ലാ കൊട്ടാരവും ഇറങ്ങി ഇങ്ങനെ പോകാൻ ആളുകൾക്കറിയില്ല. ആളുകൾ അറിയട്ടെ, എന്റെ പടം പിന്നറിയരുതെന്നോ. ആളുകൾ എന്റെ കൈവശി ചുംബിക്കണമെന്ന് ചിന്തിക്കരുത്. ആരെങ്കിലും കൈവശി ചുംബിക്കുമ്പോ മഹാന്മാരെ ചിന്തിക്കുന്നത് പഠിച്ചവര് ഈ കൈവശി ചുംബിക്കാൻ എത്ര നല്ല മഹാനാണ്. കാരണം അയാളവർക്ക് കിബിറില്ലല്ലോ. കിബിറില്ലാത്തതുകൊണ്ടല്ലേ അയാളെന്റെ കൈവശി ചുംബിക്കുന്നത്. അയാൾ എന്നെ ബഹുമാനിച്ച് അയാൾ കിബിറില്ലാത്ത മനുഷ്യരായതുകൊണ്ടല്ലേ. അതേ സമയത്ത് എന്റെ കൈവശി ചുംബിക്കുമ്പോ എന്റെ മനസ്സിൽ തോന്നും ഞാൻ എന്റെ കൈവശി ചുംബിച്ചിട്ട് അയാൾ രക്ഷപ്പെടുന്നു മനസ്സിലാക്കിയാൽ ഞാൻ വലിയ കിബിറനായിട്ട് ഞാൻ വലിയ ആളാണ്. ഈ കൈവശിക്കുന്ന ആളല്ലേ വലിയ മഹാൻ, ഞാനല്ലേ മോശക്കാരൻ. ഇങ്ങനെയാണ് അവളിയാക്കിടക്കേണ്ട മനസ്സിൽ വെച്ചിട്ട് ഞാൻ വലിയ ആളാണ് വെച്ചിട്ടില്ല. ഈ ചിന്തയും വെച്ചുകൊണ്ട് ആരും അറിയാതെ ഇങ്ങനെ നടക്കാതെ അപ്പോഴാ ഒരു സ്ഥലത്ത് പോലീസുകാരൻ വന്നു. കുതിരപ്പുറത്ത് ചോറായിട്ട് പോലീസുകാരൻ വന്നു. അടിമയാണോ ഇബ്രാഹിം അടിമയാണ് പറഞ്ഞു. ഇബ്രാഹിം ആളുകൂടങ്ങളുള്ളത് എവിടെയാ? ഇബ്രാഹിം കബർസ്ഥാനി കാണിച്ചു കൊടുത്തു. ഒരുപാട് ആളില്ല എവിടെ? കബർസ്ഥാനി കാണിച്ചു കൊടുത്തു. കബർസ്ഥാനി കാണിച്ച പോലീസുകാരുടെ വായിക്കാത്തില്ല. പോലീസുകാർ ആളുകൾ കബർസ്ഥാനി കാണിച്ചു ഇബ്രാഹിം കൊടുത്തു. കുതിരപ്പുറത്തു ഇബ്രാഹിം സന്തോഷത്തോട് തിരിച്ച് പിന്നെയും കൊടുത്തടി അദ്ദേഹം തിരിച്ച് സന്തോഷം തന്നെ പിന്നെയും ഒരാൾ ഓടി വന്നു. ഇബ്രാഹിമിന്റെ ദൃശ്യങ്ങളെ പോലീസുകാരെ കാല് പിടിച്ച് മാപ്പാക്കണം. മോനെ പേടിക്കണ്ട, സ്വർഗം തരാൻ അള്ളാഹോട് പറഞ്ഞിട്ടുണ്ട്. കാരണം നീ എന്നെ അടിക്കുന്നതിനനുസരിച്ച് അള്ളാഹ് ഇങ്ങനെ പ്രതിഫലം തരികയല്ലേ. അപ്പൊ എനിക്ക് അടിയല്ലേ എനിക്കും തരണോ ഞാൻ അള്ളാഹോട് പറഞ്ഞിട്ടുണ്ട്. നീ പേടിക്കണ്ട. അതാ അതാ ഉലിയാക്കള്, അതാ സാധികള്, അതാ മനസ്സിലായവര്, അതാ സംസ്കരണമുള്ളവര്. അള്ളാഹുവേ ഞങ്ങളെ കയ്യിലൊന്നുമില്ല. അവരെ ചരിത്രം പറയൽ ഞങ്ങൾക്ക് സന്തോഷമാ. അവരെ സ്നേഹിക്കൽ ഞങ്ങൾക്ക് ബർക്കത്താ. അവരെ പേര് പറയൽ ഞങ്ങൾക്ക് അഭിമാനമാ. ആ മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെയും നന്നാക്കി തരണം റഹ്മാനേ. അവരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെയും നീ ശുദ്ധീകരിക്കണം റഹ്മാനേ. തുടങ്ങിയ സർവ്വരോഗങ്ങളിലും ശുദ്ധിയാക്കണം റഹ്മാനേ. ഉള്ള സമയത്ത് നിസ്കാരം പാടില്ല, പ്രസവരക്തമുള്ള സമയത്ത് പാടില്ല. അതല്ലാത്ത സമയങ്ങളിൽ കൃത്യമായി ഉമ്മമാരെ നിങ്ങൾ നിസ്കരിക്കണം. നിസ്കാരം കൈയൊഴിക്കാൻ പാടില്ല. ചില സ്ത്രീകൾക്ക് മെൻസസിന്റെ പുറമെ രോഗം കാരണത്താൽ ബ്ലീഡിംഗ് ഉണ്ടാകുന്ന സ്ത്രീകളുണ്ട്. ആ സമയത്ത് അവർ നിസ്കരിക്കണം. അതെങ്ങനെ നിസ്കരിക്കണം എന്നത് നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കണം. അതിൽ പല വിധത്തിലുള്ളവരുണ്ട്, പല നിയമങ്ങളുണ്ട്. അതിൽ നേരത്തെ മെൻസസ് ഉണ്ടായി പതിവുള്ളവരുണ്ട്, അതുപോലെ പതിവില്ലാത്തവരുണ്ടാകാം. ചില സ്ത്രീകൾക്ക് നേരത്തെ മെൻസസ് ഉള്ള പീരീഡ് എപ്പോഴാണ് തുടങ്ങുന്നത് എപ്പോഴാണ് അവസാനിക്കുന്നതെന്ന് ഓർമ്മയുള്ളവരുണ്ടാകാം, ഓർമ്മയില്ലാത്തവരുണ്ടാകാം.
അവർക്കൊക്കെ വ്യത്യസ്ത നിയമങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മെൻസസിന്റെ പീരീഡിനേക്കാൾ അധികം സ്ത്രീകൾക്ക് ബ്ലീഡിംഗ് ഉണ്ടാകുന്നുവെങ്കിൽ അവരാ സമയത്ത് നിസ്കരിക്കൽ നിർബന്ധമാണ്. എങ്ങനെ നിസ്കരിക്കണം എന്നത് മദ്രസകളിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ആ മദ്രസയിൽ പഠിച്ചത് ഓർമ്മയില്ലെങ്കിൽ പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കിയവർ നിസ്കരിക്കണമെന്നും, ചോദിക്കാൻ അവർക്ക് മടിയുണ്ടെങ്കിൽ ഭർത്താക്കന്മാര് ചോദിച്ച് മനസ്സിലാക്കി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്നും സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. ഒരു കാര്യം കൂടി എന്റെ ഉമ്മമാരോട് പറയട്ടെ. ഒരു സ്ത്രീയുടെ മെൻസസ് അത് നിൽക്കുന്നത് അസറിന്റെ സമയത്താണെങ്കിൽ, അസറിന്റെ സമയത്താണ് മെൻസസ് നിൽക്കുന്നതെങ്കിൽ ആ സ്ത്രീ കുളിച്ച് വൃത്തിയായി അസർ നിസ്കരിക്കണം. അതിന്റെ പുറമെ അതിന്റെ നേരെ മുമ്പത്തെ ദുഹറും നിസ്കരിക്കണം. ഒരു സ്ത്രീയുടെ മെൻസസ് നിൽക്കുന്നത് ഇശാഇന്റെ സമയത്താണെങ്കിൽ കുളിച്ച് വൃത്തിയായി ഇശാഇ നിസ്കരിക്കണം. അതിന്റെ പുറമെ ഇശാഇന് മുമ്പുള്ള മഗ്രിബും നിസ്കരിക്കണം. ഇത് കർമ്മശാസ്ത്രപരമായ ഒരു നിയമമാണ്. അതറിയാത്ത സ്ത്രീകൾ മനസ്സിലാക്കി വെക്കണം. അതേ സമയത്ത് സുബഹിയായതിനു ശേഷമാണ് മെൻസസ് നിൽക്കുന്നതെങ്കിൽ കുളിച്ച് വൃത്തിയായി സുബഹി നിസ്കരിച്ചാൽ മതി. അതിന്റെ മുമ്പത്തെ ഇശാഇ വേണ്ട. ദുഹർ നിസ്കാരത്തിന്റെ സമയത്താണ് മെൻസസ് നിൽക്കുന്നതെങ്കിൽ കുളിച്ച് വൃത്തിയായി ദുഹറും ദുഹറിന്റെ ശേഷമുള്ളതും നിസ്കരിച്ചാൽ മതി. ദുഹറിന് മുമ്പുള്ള സുബഹി വേണ്ട. മഗ്രിബിന്റെ സമയത്താണ് മെൻസസ് നിൽക്കുന്നതെങ്കിൽ കുളിച്ച് വൃത്തിയായി മഗ്രിബും ശേഷമുള്ള നിസ്കാരങ്ങളും മതി. അസർ നിസ്കാരം നിർവഹിക്കേണ്ടതില്ല. നേരെ മറിച്ച് ഞാൻ ആദ്യം പറഞ്ഞത് മറന്നു പോകണ്ട. അസറിന്റെ സമയത്താണ് മെൻസസ് നിൽക്കുന്നതെങ്കിൽ അതിന് കൂടുതൽ സമയം വേണ്ട. മഗ്രിബ് 6 മണിക്കാണെങ്കിൽ 5:59 മെൻസസ് നിൽക്കുന്നതെങ്കിൽ കുളിച്ച് മഗ്രിബ് നിസ്കരിക്കണം. അതിന്റെ പുറമെ അസറിന്റെ സമയത്താണല്ലോ മെൻസസ് നിന്നത്, അതുകൊണ്ട് അസർ നിസ്കരിക്കണം. അതിന്റെ നേരെ തൊട്ട് മുമ്പുള്ള ദൂരം നിസ്കരിക്കണം. ഇതുപോലെ സുബഹി 5 മണിക്കാണെങ്കിൽ 4:59 മെൻസസ് നിൽക്കുന്നതെങ്കിൽ തന്നെ ആ സ്ത്രീ അതാ കുളിച്ച് വൃത്തിയായി സുബഹി നിസ്കരിക്കണം. അതിന്റെ പുറമെ ഇശാഇ നിസ്കരിക്കണം. ഇശാഇന് മുമ്പുള്ള മഗ്രിബും നിസ്കരിക്കണം. ഈ മസ്അല അതിന് വന്ന ഉമ്മമാരെ നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കണമെന്ന് ഉണർത്തുകയാണ്. പഴയ കാലത്ത് കർമ്മശാസ്ത്രപരമായ നിയമങ്ങൾ ധാരാളം പറയുന്ന വഅദിന്റെ 40 ദിവസം, 60 ദിവസം, 90 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന വഅദ് പരമ്പരയുണ്ടായിരുന്നു. ഇല്ലേ പഴയ കാലത്ത്? 40 ദിവസം ഇല്ലേ? നിങ്ങൾ കേട്ടില്ലേ? 40 ദിവസം കേട്ടില്ലേ? പഴയ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോഴതൊക്കെ പോയി. ഇൽമ് പറയാൻ ആളില്ല, മസ്അല പറയാൻ ആളില്ല, ഫിഖ് പറയാൻ ആളില്ല. ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് സമയമില്ല. ഉണ്ടെങ്കിൽ തന്നെ കേൾക്കാൻ ആൾക്ക് താല്പര്യമില്ല. അവനവന്റെ ദീനിന്റെ നിയമങ്ങൾ പഠിക്കൽ നിർബന്ധമല്ലേ സഹോദരന്മാരെ? നീണ്ടു നിൽക്കുന്ന കർമ്മശാസ്ത്രപരമായ നിയമങ്ങൾ പറയുന്ന ധാരാളം വേദികൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരും പ്രവർത്തകരും ഓരോ മഹല്ലത്തുകളിലും സംഘടിപ്പിക്കണം. മക്കളെ നന്നായി പഠിച്ചു വാഴ് പറയുന്ന പണ്ഡിതന്മാരുണ്ടാകണം. കർമ്മശാസ്ത്ര നിയമങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. തഖ്വയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം. അതിനാണ് വാദിന്റെ സദസ്സ്. വാദിന്റെ സദസ്സ് എന്ന് പറഞ്ഞാൽ ഉസ്താദിനെ ചീത്ത പറയാനുള്ളതല്ല, ഉസ്താദുമാരെ കുറ്റം പറയാനുള്ളതല്ല, ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയാനുള്ളതല്ല, തങ്ങന്മാരെ നിസ്സാരപ്പെടുത്താനുള്ളതല്ല, ഇൽമിന്റെ സദസ്സ് ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും പറയാനുള്ളതല്ല. ഇൽമിന്റെ സദസ്സ് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരാണെന്ന് പരിശുദ്ധ ഖുർആൻ ചോദിച്ചില്ലേ? അല്ലാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം, അഥവാ അല്ലാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കണം. അല്ലാഹുവിനെ പ്രിയം വെക്കുന്ന ജനങ്ങൾ ഇവിടെ ഉണ്ടാകണം. അല്ലാഹുവിനെ ഭയപ്പെടുന്ന ജനങ്ങൾ ഉണ്ടാകണം. അല്ലാഹുവിന്റെ ദീനിന്റെ നിയമം പാലിക്കുന്ന ജനങ്ങൾ ഉണ്ടാകണം. തെറ്റായ പ്രവർത്തനങ്ങളിൽ മാറി നിൽക്കുന്ന മുത്തഖീങ്ങൾ ഉണ്ടാകണം. അതിന് പ്രചോദനം നൽകാനാണ് വാദിന്റെ സദസ്സ്, ക്ലാസിന്റെ സദസ്സ്, ഇൽമിന്റെ സദസ്സ്. ഈ ബോധം നമ്മെ നിയന്ത്രിക്കണം സഹോദരന്മാരെ. ഞാൻ ഇത് സംസാരിക്കുന്നില്ല. എല്ലാ വിഷയങ്ങളിലും പ്രസംഗിച്ച സീഡികളുണ്ട്.
വിശദമായ പ്രസംഗം കേൾക്കുന്നവർക്ക് CD-യെ ആശ്രയിക്കാം. ഒരു ദിവസം കൊണ്ടെല്ലാം കൂടി പറയാൻ കഴിയില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളുണ്ടോ പറഞ്ഞാൽ തീരുന്നു. അത് വളരെ വിശാലമായ കടലല്ലേ സഹോദരന്മാരെ. അതിൽ നിന്നൊരു ചെറിയ തുള്ളി പോലും നമുക്ക് ലഭിച്ചിട്ടില്ലല്ലോ. ലഭിച്ചവര് മഹാന്മാരായ ഇമാമിങ്ങളല്ലേ, കഴിഞ്ഞുപോയ പണ്ഡിതന്മാരല്ലേ. ആ പണ്ഡിതന്മാര് പഠിപ്പിച്ച നിയമങ്ങൾ അത് നന്നായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി തത്വയോടെ ജീവിച്ച് മരിക്കണം. കൃത്യമായി നിസ്കരിക്കണം. എന്റെ ഉമ്മമാരെ, കൃത്യമായി നിങ്ങൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കണം. നിസ്കാരം ഫർദ് മാത്രം പോരാ. സ്ത്രീകളോടും പുരുഷന്മാരോടും എന്നോടും പറയട്ടെ, സുന്നത്ത് നിസ്കരിക്കണം. ഫർദ് നിസ്കാരത്തിന് വല്ല ന്യൂനതയുമുണ്ടെങ്കിൽ ആ ന്യൂനത അല്ലാഹു തആല നമുക്ക് ആഖിറത്തിൽ വെച്ച് പരിഹരിച്ചു തരിക സുന്നത്ത് നിസ്കാരം ഉണ്ടാകുമ്പോഴാണ്. അതുകൊണ്ട് സുന്നത്ത് നിസ്കാരങ്ങൾ ധാരാളം ജീവിതത്തിൽ കൊണ്ടുവരണം. അതിന് മടിയന്മാരാകരുത്. നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. നമ്മുടെ നിസ്കാരത്തിന് ന്യൂനതയുണ്ടെന്ന് ഞാൻ പറയേണ്ടതില്ല. നിസ്കാരത്തിൽ കടന്നതിന് ശേഷം നമ്മുടെ മനസ്സിൽ എന്തൊക്കെ വേണ്ടാത്ത വിചാരം വന്നു, എന്തെല്ലാം വികാരം വന്നു, ആ നിസ്കാരം ന്യൂനതയുള്ളതല്ലേ. ആ ന്യൂനതകളൊക്കെ പരിഹരിക്കാൻ പരമാവധി സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിക്കലാണ് പരിഹാരമെന്നും നിസ്കരിക്കുന്ന സമയത്ത് സുജൂദിന്റെ സ്ഥലത്തേക്ക് നോക്കി നിസ്കരിക്കലാണ് ഭക്തിയുണ്ടാകാനുള്ള കാരണമെന്നും നിസ്കാരത്തിന് മുമ്പ് മനുഷ്യന്റെ മനസ്സിലുള്ള പ്രശ്നങ്ങളൊക്കെ പരമാവധി മാറ്റിവെച്ചുകൊണ്ട് തുറന്ന മനസ്സോടെ, അതേ വിശാലമായ മനസ്സോടെ, മറ്റ് ചിന്തകളില്ലാതെ നിസ്കാരത്തിലേക്ക് കടക്കുകയാണ് അതിന്റെ മാർഗമെന്നും ഫത്ഹുൽ മുഈൻ വിശദീകരിച്ചത് കാണാം. സഹോദരന്മാരെ, കരിങ്കല്ലുകൾക്കറിയാവുന്നൊരു സാധാരണ മനുഷ്യനല്ല, മരക്കട്ടികൾക്കറിയാവുന്നൊരു സാധാരണ മനുഷ്യനല്ല. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി പറയുന്നു, ഓ ജാബിറേ, അതാ നീ പോയി ആ മരത്തോട് ഞാൻ വിളിക്കുന്നു എന്ന് പറയൂ, ആ മരത്തോട് ഞാൻ വിളിക്കുന്നു എന്ന് പറയൂ. പറഞ്ഞിരുമ്പോൾ മരങ്ങൾ നടന്നുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് വരുന്നു. പോരാ, അതാ ഈത്തപ്പനയുടെ ഒരു കഷ്ണത്തിലേക്ക് ചാരി നിന്നുകൊണ്ട് പുതിയ മിമ്പർ നിർമ്മിച്ചതിലേക്ക് കടമ കയറിയപ്പോൾ ഈത്തപ്പന മക്കൾ കരയുന്ന ശബ്ദം സഹാബത്ത് പറഞ്ഞില്ലേ, ചട്ടിയിലിട്ട ഒരു മത്സ്യം പൊരിച്ചെടുക്കുമ്പോ വറുത്തെടുക്കുമ്പോ, അല്ലെങ്കിൽ അത്തരം സാധനങ്ങൾ എരിപൊടി കൊള്ളുന്ന നെയ്യിലിട്ട് വറുത്തെടുക്കുമ്പോ, എണ്ണയിലിട്ട് വറക്കുമ്പോ ആ സമയത്തുണ്ടാകുന്ന ശബ്ദം പോലെ മരക്കഷ്ണം കരയുന്ന ശബ്ദം ഞങ്ങൾ കേട്ടു. മെമ്പറിൽ നിന്ന് ഇറങ്ങി വന്ന് നെഞ്ഞിലേക്ക് റസൂലുള്ള കൂട്ടിവെച്ചപ്പോ അതാ മുല കൊടുക്കാതെയോ അല്ലെങ്കിൽ കൂട്ടാതെയോ പോയ ചെറിയ കുട്ടി ഉമ്മ വന്നെടുക്കുമ്പോ ഇങ്ങനെ കരയുന്നത് പോലെ ഈ ചെറിയ മരക്കക്കം അല്ലാഹുവിന്റെ റസൂലിന്റെ അകന്നു പോയല്ലോ എന്ന് മനസ്സിലാക്കാൻ പൊട്ടിക്കറിഞ്ഞ സംഭവം സഹീഹുൽ ബുഖാരിയിലെ മുസ്ലിമേ. ഉണക്ക് മരമലക്കറിയാവുന്ന സാധാരണക്കാരനല്ല, കരിങ്കല്ലിന്റെ കഷ്ണങ്ങൾക്കറിയാവുന്ന സാധാരണക്കാരനല്ല. എന്നിട്ട് മുഹമ്മദ് നബി സാധാരണ മനുഷ്യർ തന്നെയാണെന്നും സർവ്വ അമ്പിയാക്കളും സാധാരണ മനുഷ്യർ തന്നെയായിരുന്നുവെന്നും മദ്രസ പുസ്തകത്തിൽ പഠിപ്പിക്കുന്ന ആളുകൾ സമൂഹത്തിലില്ലേ. അല്ലാഹുവിന്റെ സന്മാർഗത്തിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുമാറാകട്ടെ. ഞാൻ ആ ഭാഗത്തേക്ക് വിശദമായി കിടന്ന് സംസാരിക്കുന്നില്ല. പറഞ്ഞു വന്നതില്ലോ മുഴുവൻ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി ആയതും ഹദീസുകളും അനുസരിച്ചുകൊണ്ട് ഈ കേസിൽ പ്രസംഗിക്കുമ്പോ കുഞ്ഞിക്കണ്ണെന്ന് പറയുന്ന ഒരു മുസ്ലിങ്ങൾ മുസ്ലിങ്ങളായി ജീവിച്ചാൽ അമുസ്ലിങ്ങൾ നമ്മെ സ്നേഹിക്കും. നമ്മൾ ആദ്യം ഈ കുഞ്ഞിപ്പള്ളിയിൽ നേർത്തിയിടുന്ന എത്ര മുസ്ലിം സഹോദരന്മാരുണ്ട്? എന്താ കാരണം? കാരണം ഇവിടെ കിടക്കുന്ന മഹാന്മാർ, ഇവിടെ മറവ് ചെയ്യപ്പെട്ട മഹാന്മാർ, അവര് അമുസ്ലിങ്ങളോട് വാവെടുത്തിറങ്ങിയിട്ടാണോ, അല്ലെങ്കിൽ കടാലി കാണിച്ചിട്ടാണോ, അല്ലെങ്കിൽ അവരെ തീവ്രവാദികളോ ഭീകരവാദികളോ ആയതുകൊണ്ടാണോ? അതിന്റെ പേരിലാണോ അവർ ഈ കിടക്കുന്ന മഹാന്മാരെ ബഹുമാനിക്കുന്നത്?
ഹസാബല്ല, ഒരിക്കലും അല്ല. മറിച്ച് ഈ മഹാന്മാർ അല്ലാഹു ബഹുമാനിച്ചവരെ ആരാണ് ബഹുമാനിക്കാത്തത്? ആർക്കാണ് സ്നേഹിക്കാത്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചു. ആ ബഹുമാനത്തിന്റെ പേരിൽ ലഭിച്ചു. അത് പണത്തിന്റെ പവർ കൊണ്ടല്ല, അധികാരത്തിന്റെ പവർ കൊണ്ടല്ല, പിന്നെ എന്തുകൊണ്ടുണ്ടായി? അത് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഖുർആൻ ആവർത്തിച്ച് സത്യന്റെ ഇരുപത്തി വിഷയമില്ലേ? വശംസി വദുഹാഹ വൽഖമരി ഇദാ തലാഹ വന്നഹാരി ഇദാ ജല്ലാഹ. ഇതിന്റെ കൈ ഏത് പെൺകുട്ടികൾക്ക് പോയി ചെയ്തിന്റെ കൈ പിടിച്ചാൽ ന്യായം മറുപടി വന്നാൽ ഇത് ഉപ്പാപ്പയാണ്. എന്തുപ്പാപ്പയാണോ? എന്തുപ്പാപ്പയാണ്? ഉപ്പാപ്പയാണ്, അല്ലെങ്കിൽ എളാപ്പയാണ്, അമ്മാണ്. പാപ്പയാണ്, അബാണെന്നാ പറയുന്നത്, അമ്മാണെന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് കാണുന്ന പെൺകുട്ടികളെ കൊണ്ട് ചെയ്തിന്റെ കൈപിടിപ്പിക്കുന്ന ചില കള്ളതീരന്മാരില്ലേ, കള്ളത്തരീരന്മാരില്ലേ, എന്തിന് ഇവർ ഈ ആത്മീയതയുടെ പേരിൽ മുസ്ലിം സമൂഹത്തെ ചൂഷണം ചെയ്യണം? സഹോദരന്മാരെ, ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന വഴി, അവിടുത്തെ സ്വഹാബത്ത് കാണിച്ചു തന്ന വഴി, അയിമ്മത്തുൽ മുജ്തഹിദുകൾ കാണിച്ചു തന്ന വഴി, ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ്, ഇമാം അബൂ ഹനീഫ അൽ-ബൂഖി, ഇമാം മാലിക്, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ, ഇമാം അശ്അരി, ഇമാം മാതുരീദി, ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, അങ്ങനെ തുടങ്ങി ഇമാം ബുഖാരി, ഇമാം ഹറമൈനി, ഇമാം നവവി, ഇമാം റാഫി, അങ്ങനെ തുടങ്ങി കഴിഞ്ഞു പോയ മഹാന്മാരിലെ ഇവിടെ അനുഭവിച്ചിടണം കൊള്ളുന്ന ശൈഖുൽ ഇമാം സൈനുദ്ദീൻ അൽ-മഹ്ബരി റഹ്മത്തുള്ളാഹി അലൈഹി. എത്ര ലക്ഷങ്ങളാണ് ആട്ടമത്തവൻ കൊണ്ടുപകാരം ലഭിച്ചവർ. ഏത് മക്കളെ വരുമ്പോഴും ബഹുമാനപ്പെട്ടവരെ ഫത്ഹുൽ മഈദിലെ അരികൾ നോക്കുന്നത് മഹാനായ മുഹമ്മദ് മുസ്ലിയാർ അല്ലാഹു ജല്ല ജലാലുഹു അവർക്ക് നമ്മയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് മഹാനായ ഏത് മക്കളെ വന്നാലും ചർച്ച ചെയ്യുമ്പോൾ അവിടുത്തെ മറുപടി പറയാൻ ഫത്ഹുൽ മഈദാണ് ആധാരമാക്കുന്നത്. ബഹുമാനപ്പെട്ട ബലിയങ്കോട് ഉമർലാദി റഹ്മത്തുള്ളാഹി അലൈഹി ഏത് മക്കളെ വരുമ്പോഴും ഫത്ഹുൽ മഈദ് എടുത്താണ് മറുപടി പറയുന്നത്. ഫത്ഹുൽ മഈദ് കിതാബുൽ സൈനുഹു അജബു ഹറാ മിനൽ ഫിഖ്ഹി മാ ലം യക്ഫിഹി കുതുബു. ആ അത്ഭുതകരമായ കിതാബ് നമ്മുടെ ഈ പ്രദേശത്തിലേക്ക് വന്നു ഇവിടെ വന്നിട്ട് നമുക്ക് സമരേഖാകൊള്ളുന്ന തങ്ങളെ സംബന്ധിച്ച് അവിടുത്തെ ഫത്ഹുൽ മഈദിനെ സംബന്ധിച്ച് രണ്ട് വാക്ക് പറഞ്ഞതിന്റെ പേര് അവിടുത്തെ അവിടുത്തെ സഹായവും അവിടുത്തെ ശിക്ഷകളിൽ പാവപ്പെട്ടതിനെ കിട്ടണമെന്ന് മനസ്സിലാക്കി അവിടുത്തെ ഹദ്റത്തിൽ വെച്ച് ഞാൻ പറഞ്ഞതാണ്. അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് നാഫിയായ ഇൽമിനെ തിരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തിരുമാറാകട്ടെ. ഉള്ളതനുസരിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ ഉസ്താദുമാരെ പരമ്പരയിൽ കഴിഞ്ഞു പോയ മഹാന്മാർ അല്ലാഹു അവരുടെ ദറജകൾ വർദ്ധിപ്പിക്കട്ടെ. സഹോദരന്മാരെ, അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി നമുക്ക് ഇൽമു കിട്ടിയ പരമ്പര നമ്മുടെ കയ്യിലില്ലേ? ആ പരമ്പരയിലൂടെ കിട്ടിയ ഇൽമിന് പകരം ഒരു പുതിയ ഇൽമു കൊണ്ട് ആര് വന്നാലും മുസ്ലിം സമൂഹത്തിന് അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ കിതാബ് പഠിച്ചു, ഉസ്താദുമാരിൽ പഠിച്ചു. ഞാനിവിടെ എന്റെ ഉസ്താദിനെയും കൂട്ടി എന്റെ ഉസ്താദ് നടന്നിട്ടുണ്ട്. ഉസ്താദിന്റെ കൂടെ ഞാൻ ഇവിടെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. അന്ന് ഇവിടുത്തെ മക്ബറയിൽ ഇരിക്കുന്ന പ്രായം ഒരാളെ ഞാൻ കണ്ടത് ഞാൻ ഓർക്കും. ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ ഈ മഹാന്മാരുകളുടെ ഈ പ്രദേശത്ത് എന്നെ കൂട്ടിക്കൊണ്ടുവന്ന ഉസ്താദ്, അത് ബഹുമാനപ്പെട്ട അറബ് ഉസ്താദ് മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉസ്താദ് അല്ലാഹു ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. ജീവിതകാലത്ത് ഞാൻ കുറെ കൊല്ലങ്ങളോളം കൂടെ ജീവിച്ചു. ഒരു ദിവസം പോലും ഉസ്താദ് പൊട്ടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ അടുത്ത് ഒരു തരീഖത്തിന്റെ ശൈഖാണെന്ന് പറഞ്ഞു ഏതോ ഒരു സ്ഥലത്ത് പോയി ഇന്ത്യ രാജ്യം വിട്ട് പുറത്തു പോയിട്ട് എന്തോ ഒന്ന് വാങ്ങിക്കൊണ്ടുവന്ന ഒരു മനുഷ്യന്റെ പ്രസംഗം ഞാൻ ഒരു കേസറ്റിൽ കേട്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, കേസറ്റ് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കേസറ്റിൽ അദ്ദേഹം പറയുന്നത് നിങ്ങൾ ധാരാളമായി ചിരിക്കുക, നമ്മളുടെ തരീഖത്ത് ചിരിക്കുന്ന തരീഖത്താണ്, ചിരിക്കാനുള്ള തരീഖത്താണ്. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. ഇതൊരു തരീഖത്ത് റബ്ബേ. ബഹുമാനപ്പെട്ട ഖൗലുല്ലാഹി വഹീദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുഹു അല്ലദീ തഖൽ തരീഖത്തിന്റെ ശൈഖാണ്. ശരിയായ ശൈഖാണ്. ശരിയായ ശൈഖ് എന്ന് പറഞ്ഞാൽ ആരാണ്? ശരിയായ ശൈഖ് എന്ന് പറയുന്ന മനുഷ്യന്റെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ഗുരുനാഥനാണ്. മനസ്സിനെ ശുദ്ധീകരിക്കണമെങ്കിൽ എന്ത് വേണം? മനസ്സിലുള്ള വികാരങ്ങൾ നോക്കി കാണാൻ സാധിക്കുള്ളൂ. അതാ വസ്തുവിനെ പോലെ
കാണും ഞാൻ നീയുടെ കൽബകമെന്നോവർ. നടന്നു വന്ന വഴി, നീ അനുഗ്രഹിച്ച മഹാന്മാര് നടന്നു വന്ന വഴി, അമ്പിയാക്കൾ നടന്നു വന്ന വഴി, സാലിഹീങ്ങൾ നടന്നു വന്ന വഴി, സുഹദാക്കൾ നടന്നു വന്ന വഴി, സിദ്ദീഖീകൾ നടന്നു വന്ന വഴി, മഹാന്മാര് നടന്നു വന്ന വഴി, ആ വഴിയിൽ ഞങ്ങളെ നീ ചേർക്കണം അല്ലാഹ്. എന്തിനാണ് നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? ആ വഴിയിൽ നിന്നൊരു മനുഷ്യൻ വ്യതിചലിച്ചു പോയാൽ അവൻ എന്ത് പ്രമാണം പറഞ്ഞാലും അവന് പ്രമാണം മനസ്സിലായിട്ടില്ല, അവൻ പ്രമാണം തെറ്റിദ്ധരിച്ചവനാണ്, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടവനാണ്, അല്ലെങ്കിൽ അബദ്ധത്തിൽ ചാടിയവനാണ്, അല്ലെങ്കിൽ പിഴച്ചു പോയവനാണ്, അല്ലെങ്കിൽ പിശാചിന്റെ വഞ്ചനയിൽ കുടുങ്ങിയവനാണ്, അല്ലെങ്കിൽ കടീച്ചയ്ക്ക് വഴിപ്പെട്ടവനാണ്, അല്ലെങ്കിൽ കൈലാപത്തിൽ പോയവനാണ്. ഇത് മനസ്സിലാക്കി നമ്മൾ നമ്മുടെ മുൻഗാമികളായ സാലിഹീങ്ങളായ സജ്ജനങ്ങളായ ഇമാമികൾ പഠിപ്പിച്ചു വന്ന വഴി, മുൻഗാമികളായ മഹാന്മാര് പഠിപ്പിച്ചു വന്ന വഴി, വിശ്വാസരംഗത്ത് എന്താണോ കർമ്മരംഗത്ത് എന്താണോ അത് മുറുകെ പിടിച്ച് ജീവിക്കണമെന്ന് മാത്രം ആമുഖമായി അവനവന്റെ ഈമാൻ രക്ഷിക്കാൻ വേണ്ടി, ഈമാനാണല്ലോ ഏറ്റവും വലുത്, അതിനുവേണ്ടി പ്രത്യേകമായി ഞാൻ ഉണർത്തുകയാണ്. രണ്ടാമതായി പറയട്ടെ, നമ്മൾ ഉറച്ച സുന്നികളായാൽ മാത്രം പോരാ. സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നടപടിയും മുസ്ലിം ഉമ്മത്തിന്റെ കൂട്ടായ്മയും അംഗീകരിക്കുന്നവനെന്നാണ് സുന്നത്ത് ജമാഅത്തുകാരൻ എന്നതിനർത്ഥം. ആ കൂട്ടായ്മ അംഗീകരിക്കുന്നതോടുകൂടെ വിശ്വാസരംഗത്ത് അത് അംഗീകരിക്കുന്നതോടുകൂടെ കർമ്മരംഗത്ത് നമ്മൾ നന്നാകണം. കർമ്മരംഗത്ത് നന്നാകണം എന്ന് ഞാൻ പറഞ്ഞാൽ, ഓ മുസ്ലിം സഹോദരന്മാരേ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിന്റെ ജീവിതം എന്താണ്? അവരാരെങ്കിലും ഒരു നേരത്തെ നിസ്കാരം ഖളാക്കിയവരുണ്ടായിരുന്നോ? ഏതെങ്കിലും ഒരു സഹാബി എപ്പോഴെങ്കിലും ഒരു നിസ്കാരം ഖളാക്കിയിരുന്നോ? ഇല്ല. സുബഹി അടക്കം ഒരൊറ്റ നേരത്തെ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് ഖളാക്കിയിട്ടില്ല. നിസ്കരിക്കാനാണ് നിർദ്ദേശം. ആ നിസ്കാരം ശത്രുക്കളുമായി ഏറ്റുമുട്ടുന്ന ഘോരമായ യുദ്ധം നടക്കുന്ന സമയത്ത് പോലും നിസ്കാരം ഖളാക്കാൻ അനുവദിക്കുന്നില്ല. സമയത്ത് തന്നെ നിസ്കരിക്കണം. പുരുഷന്മാരോട് നിർദ്ദേശം പരമാവധി ജമാഅത്തായി നിസ്കരിക്കണമെന്നാണ്. ആ ജമാഅത്തും പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഓ നബിയേ, യുദ്ധം നടക്കുന്ന സമയത്ത് തങ്ങൾ അതാ ഇമാമത്ത് നിന്ന് നിസ്കരിക്കുക. സഹാബത്താകുന്ന സൈന്യത്തെ രണ്ട് ബാച്ചായി തിരിക്കുക. ഒരു ബാച്ച് തങ്ങളെ കൂടെ നിസ്കരിക്കുക, ഒരു ബാച്ച് കാത്തിരിക്കുക. ആ ഒരു ബാച്ചും കൊണ്ടൊരു റകഅത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2 റകഅത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ നബിയെ തങ്ങളവരെ മറ്റുള്ളവരെ കാത്തിരിക്കുക. ആ 2 ആദ്യത്തെ ബാച്ചവരെ നിസ്കാരം പൂർത്തീകരിച്ച് തിരിഞ്ഞു പോവുക. പിന്നീട് നേരത്തെ കാത്തു തന്നിരുന്ന കാവൽ നിന്നിരുന്നവർ അങ്ങയെ വന്ന് പിന്തുടർന്ന് നിസ്കാരം ആരംഭിക്കുക. അവരെയും കൊണ്ട് തങ്ങൾ നിസ്കാരം പൂർത്തീകരിക്കുക. ആകയാൽ ചുരുക്കി പറഞ്ഞാൽ ജമാഅത്തായി തന്നെ പരമാവധി നിസ്കാരം നിർവഹിക്കണം. ഒരു നിലക്കും ജമാഅത്തായി നിസ്കരിക്കാൻ കഴിയാത്തവരും തീങ്ങി വെട്ടുന്ന ഘോരമായ പോരാട്ടമാണെങ്കിൽ പരിചാരന്ന ഒഴുക്കുപാരൻ അവർ ഓടിക്കൊണ്ടോ നടന്നുകൊണ്ടോ ഓട്ടത്തിൽ നിസ്കരിക്കട്ടെ, നടത്തത്തിൽ നിസ്കരിക്കട്ടെ. ഇത് കഴിഞ്ഞ് നിസ്കരിക്കാമെന്ന് വെക്കാൻ നിവൃത്തിയില്ല, പിന്നെയാക്കാമെന്ന് മനസ്സിലാക്കാൻ നിവൃത്തിയില്ല. കൃത്യമായി നിസ്കാരം നിർവഹിക്കണം. ഓ മുസ്ലിമീങ്ങളെ, ഞാൻ വേദനയോടെ പറയട്ടെ, ചിലരൊക്കെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ ഉറച്ചു നിൽക്കുന്ന ജനങ്ങളാണ്.
നല്ല വിശ്വാസമാണ്. പണ്ഡിതന്മാരോട് വലിയ ആദരവാണ്. തങ്ങന്മാരെ കണ്ടാ കൈപിടിച്ച് ചുംബിക്കലാണ്. പണ്ഡിതന്മാരെ കണ്ടാ പ്രാർത്ഥിക്കാൻ പറയലാണ്. അതിന്റെ സദസ്സുകളിൽ ആവേശത്തോടെ പോകലാണ്. ആണ്ടിലും റൂസിലും നേർച്ചക്കൊക്കെ സജീവമാണ്. പക്ഷേ ദുഃഖങ്ങളും വളാക്കുന്നതിൽ വലിയ പ്രശ്നമൊന്നും തോന്നാത്ത ചില സാധാരണക്കാരുണ്ട്. നിങ്ങളെ സദസ്സിൽ അത്രക്കാരുണ്ടോ എനിക്കറിയില്ല. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, ഒരിക്കലും ജീവിതത്തിൽ നിസ്കാരം പോകരുത്. ഓ ഉമ്മമാരെ, ഒരിക്കലും നിസ്കാരം സമയം നഷ്ടപ്പെടുത്തരുത്. ഫലപമിമ്പാടിയും അൽപുന്നവാറും واتبعوا الشهوات فسوف يلقون غيا. علي بن أبي طالب رضي الله عنه നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിക്കാൻ ചെന്നപ്പോൾ സുജൂദിൽ കിടന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരികെ പൊട്ടി കരയുന്നത് കണ്ടപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് എന്നോട് തങ്ങളിങ്ങനെ അല്ലാഹുവിന്റെ മുമ്പിൽ നെറ്റിയും കുത്തി പൊട്ടിയതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞില്ലേ, റബ്ബിന്റെ ഖുർആനിലിറങ്ങിയൊരായത്ത്. ആ ആയത്തിനെ കാണുമ്പോൾ പിൽക്കാലത്ത് വരുന്ന എന്റെ സമുദായത്തിലുള്ള ജനങ്ങളെ കുറിച്ച് ഞാൻ വിഷമിച്ച് കരയുന്നു. فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا. നിസ്കാരം നഷ്ടപ്പെടുത്തുന്നതിൽ വലിയ പ്രശ്നം തോന്നാത്തൊരു വിഭാഗം പിൽക്കാലത്ത് വരാനിരിക്കുന്നു. അവർക്ക് കഠിനമായ ശിക്ഷ നരകത്തിലുണ്ട്. അതവർ കണ്ടെത്തിക്കുമെന്ന് പറയുമ്പോ എന്റെ ഉമ്മത്തിൽ നിസ്കാരം നന്നാക്കുന്ന എന്റെ സമുദായത്തിലുള്ള പാവപ്പെട്ട ജനങ്ങളുടെ ഗതിയോ എനിക്ക് സമാധാനമില്ല. ഈ ഉമ്മത്തിനെ ഏറ്റവും കൂടുതൽ മക്കളെക്കാൾ അല്ലെങ്കിൽ മക്കളെ പോലെ സ്നേഹിച്ച റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. മുസ്ലിം ചെറുപ്പക്കാരാ, 1400 കൊല്ലങ്ങൾക്ക് ശേഷം ജനിക്കുന്ന എന്നെയും നിങ്ങളെയും ഓർത്തിട്ട് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മെ പ്രിയം വെച്ച നമ്മുടെ നേതാവ് ശഫീഉൽ മുദ്നിബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സുജൂദിൽ കിടന്ന് കരയുന്നു. ഞാൻ നിന്നോട് ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തത്വൽക്കു അതിരാവിലെ തന്നെ സുബഹിന്റെ സമയത്ത് എഴുന്നേറ്റ് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലുള്ള ചെറ്റപ്പരയിലുള്ള ഉമ്മ അതിരാവിലെ തന്നെ എഴുന്നേറ്റ് അല്ലാഹുവിന്റെ നിസ്കാരം നിസ്കരിക്കുന്നു. സുബഹി നിസ്കരിക്കുന്നു. സുബഹി നിസ്കാരം പുരുഷന്മാരെ ജമാഅത്തായി നിസ്കരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ജമാഅത്തായി നിസ്കരിച്ചാൽ അവനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ രാത്രി മുഴുവനും എഴുന്നേറ്റ് സുന്നത്ത് നിസ്കരിച്ച പ്രതിഫലമുണ്ട് സുബഹി ജമാഅത്തായി നിസ്കരിക്കുന്നവന്. എന്നാൽ കൃത്യമായി സുബഹി നിസ്കരിക്കുന്നവൻ ഫീ ദിമ്മത്തില്ലാഹ്, വൈകുന്നേരം വരെ പടച്ചവന്റെ സ്പെഷ്യൽ സംരക്ഷണത്തിലാണ്, പ്രത്യേകമായ സംരക്ഷണത്തിലാണ്. വല്ലാത്ത പവറുള്ള നിസ്കാരം. സലാമു അലൈക അയ്യുഹൻ നബിയ്യു, ഓ നബിയായവരെ അങ്ങേക്ക് സമാധാനത്തിന്റെ സന്ദേശമുണ്ട് നബിയേ. സുബഹി ഖളാകാതെ നിസ്കരിക്കുന്ന മുഅ്മിനായ മുഅ്മിനത്തായ മനുഷ്യൻ മദീനയിൽ കിടക്കുന്ന നേതാവിനെ വിളിച്ച് രാവിലെ തന്നെ സലാം പറഞ്ഞു. ആ സമയത്ത് മദീനയിൽ കിടക്കുന്ന ലോകത്തിന്റെ മുഴുവൻ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സലാം അറിഞ്ഞുപോയി. മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വറദ്ദല്ലാഹു റൂഹി അർദ അലൈഹി സലാം. ഒളവട്ടൂരിൽ നിന്നോ കുണ്ടോട്ടിയിൽ നിന്നോ അരീക്കോട് നിന്നോ അമേരിക്കയിൽ നിന്നോ ബ്രിട്ടനിൽ നിന്നോ എവിടെ നിന്നാണെങ്കിലും ശരി, എന്റെ ഉമ്മത്തുകളിൽപ്പെട്ട ആരെങ്കിലും എനിക്ക് സലാം പറഞ്ഞാൽ
ആ സലാം പറയുന്ന സമയത്ത് തന്നെ എനിക്കത് അറിയപ്പെട്ടു പോയി, ഞാനതറിഞ്ഞുപോയി, എനിക്കതെത്തിക്കപ്പെട്ടുപോയി. ഞാനപ്പോൾ തന്നെ അത് മടക്കിപ്പോയി.